ഇന്നെന്താഴ്ചയാണ്? ഞായറാഴ്ച. എത്രാം തീയതിയാണ്? 27. അപ്പോൾ 21, 24, 25, 26, 27 അഞ്ചാമത്തെ ദിവസമാണ്. അഗ്രാഹ്യ ഗുരുകുലത്തിൻ്റെ വിദ്യാദാനവും അന്നദാനവും അഞ്ചാമത്തെ ദിവസം. അപ്പോൾ 7 ദിവസത്തെ വിദ്യാദാനവും അന്നദാനവുമാണ് നടത്തുന്നത്. ഭഗവത്ഗീത പഠന ക്ലാസ്സിൻ്റെ അവസാനം 7ാമത്തെ ദിവസം മത്സര പരീക്ഷയും സമ്മാനവും ഉണ്ടെന്ന് നോട്ടീസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് തിങ്കൾ കഴിഞ്ഞ് പിന്നെ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ സ്കൂൾ തുറക്കുന്നത് നാളെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 5ാമത്തെ ദിവസം മത്സര പരീക്ഷ നടത്തിയിരിക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയുകയും സമ്മാനം ഇപ്പോൾ കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ സമ്മാനം എത്ര രൂപയുടെ സമ്മാനം കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു 1000 രൂപയുടെ കൊടുക്കണമെന്ന് പറഞ്ഞു, ഒരാൾ പറഞ്ഞു 1 ലക്ഷം രൂപ സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞു, ഒരാൾ പറഞ്ഞ് കാറ് വേണം, ഒരാൾ സൈക്കിൾ വേണമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് കിട്ടേണ്ട സമ്മാനം ഇന്നതായിരിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. ഞാനും ആഗ്രഹിക്കുന്നുണ്ട് കുട്ടികൾക്ക് സമ്മാനം വലിയൊരു സംഖ്യ കൊടുക്കണം. 1ാം സമ്മാനം 3 ലക്ഷം, 2ാം സമ്മാനം 2 ലക്ഷം, 1ാം സമ്മാനം 1 ലക്ഷം. അല്ല 3ാം സമ്മാനം സോറി, നമുക്ക് കയറി പിടിച്ച് ആവശ്യമില്ലാത്തമ്മയാണ് കയറി പിടിക്കുന്നത്. ആവശ്യമുള്ളതൊന്നും പിടിക്കില്ല. ഇതാണ് അത് കൂടുതലും എന്താണെന്നറിയാമോ? അങ്ങനെ കൂടുതലും ഇൻവോളണ്ടറി ആക്ഷനാണ്. അത് പലതും ചെയ്യുന്നതും പറയുന്നതും ബോധപൂർവം അല്ല. ബോധമില്ലാതെയാണ്, ശരിയായിട്ടുള്ള ബോധം ഇല്ലാതെയാണ് ഓരോരുത്തർ ഓരോന്ന് പറയുന്നതും ചെയ്യുന്നതുമൊക്കെ. ഇത്തിരി നീക്കിയിട്ടിരിക്കും. ഓരോരുത്തരും ഓരോന്ന് പറയുന്നതും ചെയ്യുന്നതും ശരിയായ ബോധത്തോടു കൂടിയല്ല. പലതും വോളണ്ടറി ആക്ഷൻ അല്ല, ഇൻവോളണ്ടറി ആക്ഷനാണ്. നിങ്ങളോട് തന്നെ ചോദിക്കണം, ഞാൻ ഓരോന്ന് ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ വളരെ ബോധപൂർവമാണോ എന്ന്. ശരി. അപ്പോൾ സമ്മാനം ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ വലിയൊരു സംഖ്യയുടെ സമ്മാനം നിങ്ങൾക്ക് തരണമെന്ന് വലിയൊരു സംഖ്യയുടെ സമ്മാനം അവൻ്റെ പേരെന്താണ്? അവൻ്റെ പേരെന്താണ്? അല്ല, അൻസാർ പുറകെ പോയിരിക്കും. അൻസാറ് പുറകെ പോയിരിക്കേ. 10 പ്രാവശ്യം പറയണോ? അടുത്ത വർഷത്തെ യജ്ഞം തൊട്ട് ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ നിയമിക്കും. ആ സെക്യൂരിറ്റി ഗാർഡിൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ടാവും. അനുസരണ ഇല്ലാത്തവരെ ഉടനെ വെടിവെക്കും. അപ്പോൾ മരിക്കും. 1 പ്രാവശ്യം പറയും പുറകെ പോയിരിക്കും. പിന്നെ ആ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഉടനെ വെടിവെക്കും. ആരെ? സാമിനെ. പോലീസൊക്കെ നമ്മുടെ കസ്റ്റഡിയിലാണ്. നമ്മൾ പറയുന്നിടത്ത് നിൽക്കുള്ളൂ. അത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ആദ്യം എഴുതി മേടിക്കും, ഇവിടെ അനുസരണയില്ലാത്ത കുട്ടികളെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം തരണം. അപ്പോൾ അനുവാദം തരും, എഴുതി ഒപ്പിട്ട് തരും. നിങ്ങൾ 1 ലക്ഷത്തിൻ്റെ തോക്കെടുത്തോ? നീ 1 ലക്ഷത്തിൻ്റെ തോക്കെടുത്താൽ ഞാൻ 5 ലക്ഷത്തിൻ്റെ തോക്കുമായിട്ട് വരും. 15 ലക്ഷത്തിൻ്റെ തോക്കുമായിട്ട് വരുമോ? അപ്പോൾ ഞാൻ 20 ലക്ഷത്തിൻ്റെ തോക്കുമായിട്ട് വരും. അപ്പോൾ ഞാൻ 2000 ലക്ഷത്തിൻ്റെ ആയിട്ട് വരും. കണ്ട യുദ്ധം. ഇതിനാണ് യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധം. നിങ്ങൾ യുദ്ധത്തെ പറ്റിയൊന്നും ചിന്തിക്കരുത് കഴിയുന്നത്. അത് എങ്ങനെ എത്തൂല. ഇനിയൊക്കെ യുദ്ധം വരാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇരുമ്പിൻ്റെ പട്ടാളക്കാരാണ് ഇനി വരാൻ പോകുന്നത്. അതായത് തനിയെ ചിന്തിച്ച് പ്രവർത്തിക്കാവുന്ന കമ്പ്യൂട്ടറുകൾ തലയിൽ ഫിറ്റ് ചെയ്ത ഇരുമ്പിൻ്റെ പട്ടാളക്കാർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇനിയുള്ള കാലമൊക്കെ യുദ്ധം ചെയ്യാൻ പോകുന്ന മനുഷ്യനല്ല,
ഇരുമ്പിൻ്റെ പട്ടാളം, റോബോട്ടിക് ആർമി. അപ്പോൾ അവർ തനിയെ ചിന്തിച്ച് കൈകാര്യം ചെയ്യും. അപ്പോൾ സമ്മാനം വലിയൊരു സംഖ്യ തരണമെന്നൊക്കെ കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് തരണമെന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ അത് പണം ഒത്തുവരണ്ടേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന മത്സര പരീക്ഷയും സമ്മാനവും ഒരു യഥാർത്ഥത്തിലുള്ള മത്സര പരീക്ഷയോ സമ്മാനമോ ദാനമോ അല്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിദ്യാർത്ഥികളായിട്ട് ഇവിടെ ഈ വേദാന്ത വിദ്യാർത്ഥികളായിട്ട് വരുന്ന കുട്ടികളാരും ചിത്തശുദ്ധിയുള്ളവരല്ല. ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം. നിങ്ങൾ കഴിക്കുന്ന ആഹാരം, ഇപ്പോൾ രൂക്ഷ ഗുണമുള്ള ആഹാരമൊക്കെ കഴിച്ചാൽ ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല. ചോരയൊക്കെ തിളച്ചിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. ഇടത്തോട്ട് തിരിയും, വലത്തോട്ട് തിരിയും, കാലിട്ട് ചവിട്ടും, ഒരാൾ കാല് വളച്ച് തലയിൽ വയ്ക്കുന്നു. ഇങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരു പഠന അന്തരീക്ഷം മൊത്തം നഷ്ടപ്പെടുകയും പഠിക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഈ യജ്ഞം നടന്നിരിക്കുന്നതും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ട്രയൽ, എന്താ പറയുക, ഒരു ഡെമ്മി, യഥാർത്ഥത്തിലുള്ളതല്ല, ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു മത്സര പരീക്ഷയും പിന്നെ സമ്മാനം തരുന്നത് യഥാർത്ഥത്തിലുള്ളതാണ്. അപ്പോൾ സമ്മാനം എന്ന് പറയുന്നത്, ഒന്നാം സമ്മാനം 300 രൂപയും ഒരു പുസ്തകവും, രണ്ടാം സമ്മാനം 200 രൂപയും ഒരു CD യും, മൂന്നാം സമ്മാനം 100 രൂപയും ഒരു പുസ്തകവും. അപ്പോൾ ഇത് ഞാനിവിടെ ഇങ്ങനെ ഒരു നിങ്ങൾക്കൊരു പുതിയൊരു സംസ്കാരം വളർത്തിയെടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ മതപഠന ക്ലാസ്സുകൾ നടത്തുകയും മത്സര പരീക്ഷ നടത്തുകയും സമ്മാനം തരികയും ചെയ്യുക. അതൊരു തുടക്കം കുറിച്ചൊന്നും വിചാരിക്കുക. ഇപ്പോൾ 2010 നടത്തുന്നതാണ്. പക്ഷേ വലിയ പുരോഗതിയൊന്നും കാണുന്നില്ല. എങ്കിലും കുറേയൊക്കെ കുട്ടികളൊക്കെ ഒതുങ്ങിയിരിക്കുകയും ക്ലാസ് കേൾക്കുകയും എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു യഥാർത്ഥത്തിലുള്ള ഒരു കാര്യമല്ല, അത്ര ഗൗരവം കുറഞ്ഞ ഒരു കാര്യമാണ്. എങ്കിലും ഇത്രയൊക്കെ ഇങ്ങനെ നടത്തുന്നു. നല്ല അനുകൂല സാഹചര്യമാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സമ്മാനം വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ സ്പോൺസർ ചെയ്യിപ്പിച്ചിട്ട് ഒന്നാം സമ്മാനം 3000 രൂപ, രണ്ടാം സമ്മാനം 2000 രൂപ, ഒന്നാം സമ്മാനം 1000 രൂപ. അപ്പോൾ അതങ്ങനെ വേറൊരാളോട് പറയണമെങ്കിൽ, അപ്പം അങ്ങനെ ഇങ്ങനെ ഞാനിവിടെ മതപഠന ക്ലാസ് നടത്തുന്നുണ്ട്, കുട്ടികൾക്ക് പരീക്ഷ സംഘടിപ്പിക്കുന്നുണ്ട്, സമ്മാനം കൊടുക്കാനായിട്ട് നിങ്ങളത് സ്പോൺസർ ചെയ്യണം. വേറൊരാളോട് പറയണമെങ്കിൽ വിദ്യാർത്ഥികൾ അതനുസരിച്ചുള്ളവരായിരിക്കണം. ഇതിപ്പോൾ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ വന്ന് നോക്കുമ്പോൾ കുറച്ച് പീക്കിരി പിള്ളേർ, ചിത്തശുദ്ധി ഇല്ലാത്ത കുറച്ച് പീക്കിരി പിള്ളേർ ഇവിടെ കിടന്ന് ലഹള ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് അവരംഗീകരിക്കത്തില്ല. മനസ്സിലായ? അത് നമുക്കങ്ങനെ പറയാനും പറ്റത്തില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ്, എൻ്റെ വ്യക്തിപരമായ ഒരു താല്പര്യത്തിൽ ചെയ്യുന്നതാണത്. അപ്പോൾ നിങ്ങളാണ് ഇവിടുത്തെ പ്രധാന പുള്ളികൾ. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരോ ഈ യജ്ഞം നടത്താൻ വേണ്ടി പണം തരുന്നവരോ ഒന്നുമല്ല പ്രധാന പുള്ളികൾ. പ്രധാന പുള്ളികൾ ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്, വേദാന്ത മത വിദ്യാർത്ഥികൾ. അപ്പോൾ നിങ്ങൾ സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്ന് ക്ലാസ് കേൾക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കുകയും ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ 1,00,000 രൂപയുടെ സമ്മാനമോ 3000 രൂപയുടെ സമ്മാനമോ സൈക്കിളോ കാറോ ഒക്കെ സമ്മാനമായിട്ട് കിട്ടിയെന്ന് വരും. ഇതിപ്പോൾ ആരെങ്കിലും വന്ന് നോക്കുമ്പോൾ ഒരാൾ എന്നോട് തുറന്നു പറഞ്ഞു, സ്വാമി ഈ പാടുപെട്ടിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരെണ്ണം ഗുണം പിടിക്കുന്നതല്ല, ഒന്നും ഒതുങ്ങിയിരുന്ന ശീലമില്ല. അപ്പം അങ്ങനെ ഒരു പ്രതികൂല സാഹചര്യത്തിലാണ് നമ്മളിതൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ക്ലാസ്സിലൊക്കെ
കുറച്ച് ഗൗരവമായിട്ടൊക്കെ പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണ്. ആ ആൾ ഇപ്പോൾ 5 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ചെറിയ ചോദ്യമായാലും വലിയ ചോദ്യമായാലും ശരിയായ ഉത്തരം എഴുതിയാൽ 20 മാർക്ക്. പിന്നെ അതനുസരിച്ച് ഇങ്ങനെ മാർക്ക് ഇങ്ങനെ കൂടിയും കുറഞ്ഞു ഇരിക്കും. അപ്പോൾ 2 10 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ പരമായിട്ടുള്ള ആധ്യാത്മികപരമായിട്ടുള്ള ധാർമ്മികപരമായിട്ടുള്ളത് ഇങ്ങനെ ചിട്ടപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് മുതിർന്ന കുട്ടികളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ചില നിലപാടുകൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ഇത് അടിസ്ഥാന പ്രമാണങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതും ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നതും ചില മോക്ഷശാസ്ത്രത്തിൻ്റെ ചില ആധികാരികമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളെ വെച്ചിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആധികാരികമായ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഒന്ന് വിശദീകരിക്കാം. ഇപ്പോൾ ഉദാഹരണം, നാരായണ ഗുരു എഴുതിയ ദർശനമാല, അത് മോക്ഷശാസ്ത്രത്തിൻ്റെ ആധികാരികമായ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നാരായണ ഗുരു എന്ന് പറയുന്ന ആൾ ഇത് എഴുതിയത് നമ്മൾ ശരിയാണ് എന്ന് 100% വിശ്വസിച്ച് അംഗീകരിച്ച് സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം ആപ്തനാണ്. ആപ്തൻ എന്ന് പറഞ്ഞാൽ സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നുണ പറയാത്ത ആൾ. ഇപ്പോൾ നിങ്ങളൊക്കെ ആപ്തന്മാരല്ല. എന്തുകൊണ്ട്? നിങ്ങൾ സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നുണ പറയും. ഇപ്പോൾ ഒരാൾ ഒരു 10,000 രൂപ നിങ്ങൾക്ക് തരാം, നിങ്ങളൊരു ചെറിയൊരു നുണ പറയണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എടാ ഒരു ചെറിയൊരു നുണ പൊട്ടിച്ച് വിട്ടാൽ 10,000 രൂപ കിട്ടും. നിങ്ങൾ ഒരു നുണ കാച്ചി വിടും. അപ്പോൾ നിങ്ങളെ ആരും ആപ്തന്മാരായിട്ട് ആരും അംഗീകരിക്കില്ല, അത് ഉറപ്പാണ്. അപ്പോൾ നാരായണ ഗുരുവിനെയൊക്കെ ലോകം അംഗീകരിക്കുന്ന ആപ്തനായിട്ടാണ്. ആപ്തവാക്യം, ആപ്തപ്രമാണം. ആപ്തപ്രമാണം എന്ന് പറഞ്ഞാൽ സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പോയിട്ട് വാ സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നുണ പറയില്ല. അപ്പം അങ്ങനെയുള്ള പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചോദ്യങ്ങൾ, ഇവിടെ 5 ചോദ്യങ്ങൾ തയ്യാറാക്കിയത്. മനസ്സിലായ? അപ്പോൾ ഇവിടുത്തെ ഒരു മുതിർന്ന വിദ്യാർത്ഥി ആ 5 ചോദ്യങ്ങൾ എങ്ങനെ എഴുതിയിരിക്കുന്നു, അതിൻ്റെ ഉത്തരം അദ്ദേഹം എങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് നിങ്ങളോട് പറയും. അതൊക്കെ ഒരു ട്രെയിനിങ് ആണ്. അപ്പോൾ നീ എഴുതിയതൊന്നും തിരഞ്ഞെടുക്കുകയെന്നു ഇവിടെ ഇരുന്നൊന്ന് ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് വായിക്കും. നോടൊന്നും പറയരുത് കേട്ടോ. അവനെ സുരാഗ എഴുതിയ ചോദ്യങ്ങളും ഉത്തരവും വായിക്കും. നമുക്ക് എന്താ നോക്കാമല്ലോ. ഭഗവത്ഗീതയിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം എഴുതുക. ചോദ്യം 1 പറയും. ചോദ്യം 1. ആൻസർ: കിം തത് ബ്രഹ്മ കിമധ്യാത്മം കിം കർമ്മ പുരുഷോത്തം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: സ്വധർമ്മം എന്നാൽ എന്ത്? ധർമ്മത്തെ വിശ്വസിക്കുന്നയാൾ, നല്ല വിചാരം ഉള്ളിൽ കൊണ്ടു നടക്കുന്നയാൾ, തൻ്റെ വിശ്വാസത്തെ ആര് പറഞ്ഞാലും അവിശ്വസിക്കുകയില്ല. അധർമ്മത്തെ വിശ്വസിക്കുന്നവൻ. ദൈവത്തെ സ്മരിക്കുകയും യുദ്ധം വേണമെന്നും ഭഗവത്ഗീതയിൽ പറയുന്നു. ആശയം വ്യക്തമാക്കുക. യുദ്ധം സ്വീകരിക്കുന്നത് അനിവാര്യമല്ല എന്ന് നമുക്കറിയാം. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവമില്ല എന്ന് ഒരുപക്ഷെ ആൾക്കാർ പറയുമ്പോൾ അതിനെ എതിർക്കുമ്പോൾ അവിടെ യുദ്ധമുണ്ടാകുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ യുദ്ധം അനിവാര്യമില്ലാതെ ഉണ്ടാകുന്നതാണ്. യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഭയം ഉണ്ടാകുന്നു. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ഉണ്ടാകുന്നത് ആർക്കും എതിർക്കാനാകില്ല. ഭഗവത്ഗീതയിലെ യുദ്ധം നല്ലതിനായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം നശിപ്പിക്കാൻ ആർക്കും ആകില്ല. മദ്യവും വ്യഭിചാരവും നിയമമൂലം നിരോധിക്കുന്നത് നല്ലതാണോ? നല്ലതാണ്.
മദ്യവും വ്യഭിചാരവും നിയമം മൂലം നിരോധിക്കുന്ന. അപ്പൊ ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ നിയമം മൂലം നിരോധിക്കും. അപ്പൊ കാണാം അതിന്റെ ബുദ്ധിമുട്ട്. നിർവ്വാണം അഥവാ മോക്ഷം എന്നാൽ എന്ത്? നമ്മളൊരു കുറ്റം ചെയ്താൽ അതിന് പരിഹാരം ചിലപ്പോൾ ചെയ്യാറുണ്ട്. നമ്മൾ അതിന് പരിഹാരം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് മോക്ഷം ലഭിക്കാറുണ്ട്. മോക്ഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിഹാരമാണ്. നമ്മൾ മോക്ഷത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ്. ആത്മാവിന്റെ വാഹനം ശരീരമാണ്. ബുദ്ധിയാണ് സാരഥി. എത്രയുണ്ട്? 20, 40 അല്ലേ? 100-ൽ 40 മാർക്ക്. അതുകൊണ്ട് ഇനി സീനിയർ വിദ്യാർത്ഥി ശ്രുതി വാ. ശരി, നീ എഴുതിയെടുക്ക്. അവസാനം നോക്കും. സമയം പോണു. മൈക്ക് വേണ്ട. വായിക്ക്. ആ കുഴപ്പമില്ല. കുറച്ചുകൂടി. ഭഗവത്ഗീതയിലെ നിങ്ങൾക്കറിയാവുന്ന ശ്ലോകം എഴുതുക. ഓം സഹനാ ഭവതു സഹ. ഇത് എഴുതിണ്ട് ഗുരു ബ്രഹ്മ. അതൊക്കെ തെറ്റ്. അത് ഭഗവത്ഗീതയുള്ളതല്ല. തെറ്റ്. തെറ്റ്. അത് പോയി. അടുത്ത പോയി. സ്വധർമ്മം എന്നാൽ എന്ത്? സ്വന്തമായുള്ള ധർമ്മം. ശരി. 20 എടുത്ത്. 20 മാർക്ക്. ദൈവത്തെ സ്മരിക്കുകയും യുദ്ധം നടക്കുകയും വേണം. ഭഗവത്ഗീതയിൽ പറയുന്നു. ആശയം വ്യക്തമാക്കുക. ദൈവത്തെ ആരാധിക്കുകയും ഇടയിൽ യുദ്ധത്തിന് പ്രാധാന്യം കാണുകയും വേണമെന്നാണ്. ദൈവം എന്നാൽ എല്ലാം അനുഗ്രഹിച്ചു തരുന്നവൻ എന്നാണ്. സർവശക്തനായ ഒരു പുണ്യാത്മാവാണ് ദൈവം. ഈശ്വരൻ, അനുഗ്രഹാതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. യുദ്ധം എന്നാൽ കലാപങ്ങളെ സൂചിപ്പിക്കുന്നില്ല. പണ്ട് നടന്ന ശാക്രീയ കലാപം നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. ശാക്രീയ കലാപം മദ്യവും വ്യഭിചാരവും നിയമം മൂലം നിരോധിക്കുന്നത് നല്ലതാണ്. നിർവ്വാണം അല്ലെങ്കിൽ മോക്ഷം എന്നാൽ എന്ത്? നിർവ്വാണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാപങ്ങളിൽ നിന്നൊരു അനുഗ്രഹം തന്നെയാണ് നിർവ്വാണം അഥവാ മോക്ഷം എന്നാണ് ഇതിനെ അർത്ഥമാക്കുന്നത്. നമ്മൾ ചെയ്ത പാപം കഴുകിക്കളഞ്ഞ മോക്ഷം കിട്ടും എന്നാണ് നമ്മൾ. 60. വിദ്യാർത്ഥി നീ എഴുതിയെടുക്കും. തന്നെ ഒന്ന്. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം എഴുതുക. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു. 2. ധർമ്മം എന്നാൽ എന്ത്? അല്ല, സ്വധർമ്മം എന്നാൽ എന്ത്? ആൻസർ: സ്വധർമ്മമായ കാര്യം ചെയ്യുക, നല്ല പ്രവൃത്തി ചെയ്യുക, സ്വധർമ്മത്തോടെ ജീവിക്കുക. ഒരു 3. ദൈവത്തെ സ്മരിക്കുകയും യുദ്ധം നടത്തുകയും വേണം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ആശയം വ്യക്തമാക്കുക. അതായത് ദൈവത്തെ സ്മരിക്കുകയും യുദ്ധം നടത്തുകയും ചെയ്യണം. നമ്മൾ ദൈവത്തെ എത്രമാത്രം സ്മരിക്കുന്നുവോ അത്രയും നല്ല രീതിയിൽ ജീവിക്കണം. യുദ്ധം നടത്തുക എന്നാൽ
വെട്ടുക കൊല്ലുക എന്നല്ല. പോടാ. 3 മദ്യവും വ്യഭിചാരവും നിയമവും മൂലം നിരോധിക്കുന്നത് നല്ലതാണോ? നല്ലതാണ്. നിർവാണം അഥവാ മോക്ഷം എന്നാൽ എന്ത്? നാം എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് നല്ലതിനാണ് എങ്കിൽ നമ്മൾക്ക് മോക്ഷം ലഭിക്കും. നല്ലത് ചെയ്യും. 10 അല്ല 20 ഒക്കെ മതി. എനിക്കറിയണ്ടേ? സീനിയർ അപ്പൊ ഇത് വേണ്ടേ? ഞാൻ വിളിച്ചോളാം. നീ വാ സാർ വാ. നിക്ക് അവിടെ ഇരിക്കും. നീ അവിടെ ഇരി. എടാ നീ എഴുതി എടുക്കുക. എടുക്കുക എഴുതി. ഞാൻ ഇതന്നെ ഇതാ സമയം പിടിക്കാൻ. എൻ്റെ ഒന്നാമത്തെ പേരെന്താണ്? അൻസാറ്. നീ ഏത് മതത്തിൽപ്പെട്ട ആളാണ്? മുസ്ലിം. ഇസ്ലാം. ഖുറാനൊക്കെ പഠിച്ചാ? ഖുറാനില്ല. ഇവിടെ മുസ്ലിം കുട്ടികൾ ഇവിടെ ഭഗവത്ഗീത പഠിക്കാൻ വന്നാൽ അവർക്ക് 2 ജോലി ഉണ്ടാവും. ഒന്ന് ഖുറാൻ പഠിക്കണം, പിന്നെ ഭഗവത്ഗീത പഠിക്കണം. മനസ്സിലായോ? ഭഗവത്ഗീതയിലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശ്ലോകം എഴുതുക. ഞാൻ എഴുതിയിരിക്കുന്നത് ആസീദഗ്രേ അസദേ വേദം. അത് വെട്ട്. അത് ദർശനമാലയിലാണ്. രണ്ടാമത് സ്വധർമ്മം എന്നാൽ എന്ത്? നമ്മുടെ ധർമ്മം ഫീസ് കെട്ടാതെ ദൈവത്തെ അല്ല. മൂന്നാമത്തെ ദൈവത്തെ സ്മരിക്കുകയും യുദ്ധം നടക്കുകയും വേണം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ആശയം വ്യക്തമാക്കാം. അറിഞ്ഞൂടാ. നാലാമത്തെ മദ്യം വ്യഭിചാരം നിയമം മൂലം നിരോധിക്കുന്നത് നല്ലതാണോ? ഞാൻ എഴുതിയിരിക്കുന്നത് നല്ലതാണ്. 20 മാർക്ക്. നിറവോ മോശം എന്നാൽ എന്ത്? മോശം എന്നാൽ നമ്മളെ കെട്ട സ്വഭാവത്തിൽ നിന്ന് നല്ല സ്വഭാവത്തിൽ കൊണ്ടുപോകുന്നതാണ് മോശം. 10 മാർക്ക്. 10 മൊത്തം 30 മാർക്ക്. 30. 100 30 ഇവിടെ എഴുതാം. 100 ബാക്കിയുള്ളവരെ എഴുതിയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ 100ൽ 100 മാർക്ക്. അവർക്കൊക്കെ പ്രോത്സാഹന സമ്മാനം കിട്ടും. 100ൽ 20,
നൂറിൽ 40, നൂറിൽ 60, ശ്രുതിക്ക് 100-60 ഒരാൾക്ക്. സെക്കൻഡ് ആരാണ്? സുരാഗിന് 100-40. അപ്പോൾ 60, 40 അതൊക്കെ നോക്കി. നൂറിൽ 30 അൻസാറിന് അല്ലേ? അപ്പോൾ 60, 40, 30. ആര്? ഞാൻ വായിച്ചു നോക്കി. അത് ഇതൊക്കെ ഞാൻ നോക്കി, എല്ലാം നോക്കി. ചിന്തകൾ പോകുന്നുണ്ട്, ചിന്തകൾ പോകുന്ന പോക്ക് കണ്ട. ഇതൊക്കെ നമ്മൾ നോക്കി, ഒരെണ്ണം നോക്കുമ്പോൾ തന്നെ അറിയാം അത് എവിടെ നിൽക്കണമെന്നുള്ളത്. അതെ, ഒക്കെ നോക്കി നമ്മൾ. അപ്പോൾ 60, 40, 30. ഒന്നാം സമ്മാനം 60 ആരാണ്? ശ്രുതി. രണ്ടാം സമ്മാനം സുരാഗിന് 40. പിന്നെ അൻസാറിന് 100-30. സമ്മാനമൊക്കെ ഇപ്പം തന്നെ തരാം. അതൊക്കെ തരാം. വിജയികളൊക്കെ ഇവിടെ വന്നിരിക്കും. ആരാണ് വിജയികളൊക്കെ? 3 കസേരയായിട്ട് ഇവിടെ ഇരിക്കും. നിങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനമുണ്ട്. 100-ൽ 100 മാർക്ക് കിട്ടിയവർക്ക്. ഒന്നാം സമ്മാനം ഒരാൾ, രണ്ടാം സമ്മാനം അങ്ങനെ ഇരിക്കും. ഒന്നാം സമ്മാനം ഇവിടെ ഇരിക്കും. അപ്പം ഇത് ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടെ പങ്കെടുത്ത കുട്ടികൾ ഒരു എന്താ പറയുക, നേരത്തെ പറഞ്ഞ ഒരു ചിത്തശുദ്ധിയുള്ള കുട്ടികളൊന്നുമല്ല, ഒക്കെ അസ്വസ്ഥയുത്തരാണ്. അത് പൊതുവേ കുട്ടികളൊക്കെ അങ്ങനെയാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാരണം മനഃശാസ്ത്രപരമായിട്ട് ചിന്തിച്ചാൽ ഇവിടെ ശ്രദ്ധിച്ചിരി മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കുന്നത് പലപ്പോഴും ബോധപൂർവമല്ല, ഇൻവോളണ്ടറി ആക്ഷൻ എന്ന് പറയും. അത് നിങ്ങളുടെ ഉള്ളിൽ തലച്ചോറിൻ്റെ പ്രവർത്തനം അങ്ങനെ ആയിപ്പോയി. മനസ്സിലായ? അപ്പോൾ അത് ചിലർക്കതിങ്ങനെ അസ്വസ്ഥത കൂടി അത് വലിയ പ്രശ്നങ്ങളായിത്തീരും. ചിത്തരോഗങ്ങളുണ്ടാവും. ഈ രാത്രി ഉറക്കമൊക്കെ കിട്ടാതെ വലിയ ബുദ്ധിമുട്ടാവും.
ശാന്തമായിട്ടിരിക്കുക. അപ്പോൾ അത് ഈ ഇപ്പോൾ ചിത്തശുദ്ധിക്കുള്ള പ്രത്യേക പരിശീലനങ്ങളോ ഒന്നും നിങ്ങൾക്കില്ല. അപ്പോൾ അതങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു സാംസ്കാരിക പശ്ചാത്തലം നിലനിൽക്കുകയാണ്. അതൊക്കെ ഇനി പെട്ടെന്ന് മാറ്റിയെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ഉള്ള് ശാന്തമായിട്ട് ഇരുന്നാൽ മാത്രമേ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. ഒന്നാമത് ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പലതും കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളല്ല, അജ്ഞാതവും അജ്ഞേയവുമായിട്ടുള്ള തത്വങ്ങളാണ്. അപ്പോൾ അത് ശബ്ദ പ്രമാണങ്ങൾ വെച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായ? അപ്പോൾ ഇതൊരു ഒരു ഒരു പ്രത്യേക രീതിയിൽ അന്ധക്കരണം, ഉള്ളിൽ നമ്മുടെ മനസ്സൊക്കെ ശുദ്ധമായിട്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. മെറ്റാഫിസിക്സ് എന്ന് പറയും. മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ അജ്ഞാതവും അജ്ഞേയവുമായിട്ടുള്ള തത്വങ്ങൾ. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്ലാസ് ഇത്രയൊക്കെ നടത്തി, ഒരു മത്സര പരീക്ഷ നടത്തി. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഗൗരവത്തിലെടുക്കണ്ട. ഇതൊക്കെ ഒരു തുടക്കം മാത്രമായിട്ട്. ഇപ്പോൾ 2010 തൊട്ട് ഇവിടെ ക്ലാസ്സുകളൊക്കെ നടത്തുന്നു. ഇപ്പോൾ 2015, 5 വർഷമായി. 5 വർഷം എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരിക്കലാണ് ഇങ്ങനെ ഒത്തുകൂടുന്നത്. ബാക്കി സമയങ്ങളിലൊക്കെ നിങ്ങൾ ഇത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഭഗവത്ഗീത മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ പുസ്തകങ്ങൾ കിട്ടും. അതൊക്കെ മേടിച്ച് പഠിക്കണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ മലയാളമാണ് നിങ്ങൾക്കറിയാവുന്ന ഒരു ഭാഷ. മലയാളത്തിൽ പുസ്തകങ്ങൾ കിട്ടും, അതൊക്കെ മേടിച്ച് പഠിക്കുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ക്ലാസ്സുകളുടെ CD-കളൊക്കെ ഉണ്ട്. CD ആവശ്യമുള്ളവർക്ക് തരാം. അതെന്നാ കൊണ്ടുവരുന്നത്? ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കുക, ഒരു 5 മിനിറ്റ്. ഈ സമ്മാനദാനം കഴിഞ്ഞിട്ട് ഈ കാപ്പി കുടിക്കാം. അതുവരെ ഒന്ന് ക്ഷമിച്ചിരിക്കുക. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കുക. മണിയാശാനെ ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കുക. അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരണം. അവിടെ വയ്ക്കുക. മണിയാശാനെ അവിടെ വയ്ക്കുക. അല്ല, അവിടെ വയ്ക്കുക. അത് കണ്ടാൽ കുഴപ്പമാകുമെന്ന്. കടന്നൽ കൂടി ഇളകുമെന്ന് പറയുക ഇളകും. മണിയാശാന ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കും. അവിടെ ഇരിക്കും. ഞാനപ്പോഴും മനഃശാസ്ത്രപരമായിട്ടാണ് ചിന്തിക്കുന്നത്. ആ സാധനം ഇവിടെ കൊണ്ടുവച്ചാൽ നിങ്ങളൊക്കെ ഇളകും. കടന്നൽ കൂടി ഇളകുന്നത് പോലെ ഇളകും. അതാണ് അവിടെ തന്നെ വയ്ക്കാൻ പറഞ്ഞത്. എന്നാ നിങ്ങൾ അതൊക്കെ എൻ്റെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഒന്നാം സമ്മാനം എന്താണ്? ഒന്നാം സമ്മാനം എന്താണ്? ഒരു പുസ്തകം, പിന്നെ 300 രൂപ, പിന്നെ കുറച്ച് നമ്മളുടെ ആശ്രമത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെയൊക്കെ പരസ്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് CD ഇതൊക്കെ പഠിക്കാനൊക്കെ അവിടെ CD ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് വിൽപ്പനയൊക്കെ ഉണ്ട്. പുസ്തകം വിൽപ്പനയുണ്ട്, മാസിക വിൽപ്പനയുണ്ട്. അപ്പോൾ വിപുലമായ ഒരു മത, ആധ്യാത്മിക, ദാർശനിക, ധാർമ്മിക വിഷയങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഞങ്ങൾ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, മാസിക പ്രസിദ്ധീകരിക്കുന്നുണ്ട്, പിന്നെ CD-കൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനിയും CD-കളൊക്കെ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഗൗരവമായിട്ടൊക്കെ പഠിക്കണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ രക്ഷകർത്താക്കളോട് ആദ്യം കാര്യം പറയണം. എനിക്ക് ഇങ്ങനെ മതപഠനം നടത്താൻ താല്പര്യമുണ്ട്, ആ പുസ്തകം മേടിക്കാൻ കുറച്ച് പൈസ വേണം. അപ്പോൾ നമ്മൾ പുസ്തകം തരും. മാസിക വേണമെങ്കിൽ മാസിക തരും, CD വേണമെങ്കിൽ CD തരും. CD മേടിച്ചാൽ പിന്നെ അത് ആയിട്ട് കേൾക്കാനായിട്ടുള്ള CD പ്ലെയർ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കണം.
അപ്പോൾ ഒന്നാം സമ്മാനം ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ഒരു വേദാന്ത സൂത്രം എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. അത് ചെറിയ കുട്ടികൾക്കുള്ളതല്ല, വലിയ കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ സമ്മാനമായിട്ട് ഇപ്പോൾ കൊടുക്കുന്നു, അത് വാങ്ങി വെക്കുക, കുറച്ച് വലുതാവുമ്പോഴൊക്കെ വായിച്ചാൽ മതി. ഇപ്പോൾ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. വിശദമായിട്ടൊക്കെ ഇത് പഠിക്കാം. അപ്പോൾ ഒന്നാം സമ്മാനം ഈ പുസ്തകവും പിന്നെ 300 രൂപയും പിന്നെ ഈ ആ സ്ഥാപനത്തിൻ്റെ ഒരു പരസ്യവും, നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ഒരു പരസ്യവും. ഇത് സമ്മാനം മേടിക്കാൻ ഇങ്ങോട്ട് പോവാം. ഒന്നാം സമ്മാനം ഒരു പുസ്തകം, പിന്നെ ഒരു 300 രൂപ, പിന്നെ നമ്മുടെ ആശ്രമത്തിൻ്റെ ഒക്കെ പരസ്യം. ശരി, അവിടെ പോയിരുന്നു. ഇനി എന്നാ രണ്ടാം സമ്മാനം. രണ്ടാം സമ്മാനം ആർക്കാണ്? സുരാഗിന്. രണ്ടാം സമ്മാനമായിട്ട് സുരാഗിന് പുസ്തകം വേണോ? ഇത് സി ഡി വേണം? പുസ്തകം മതി. അപ്പോൾ ഒരു പുസ്തകവും 200 രൂപയും. ആദ്യം പുസ്തകം ഭഗവത്ഗീത, പിന്നെ രണ്ടാം സമ്മാനം 200 രൂപ, പിന്നെ ഒരു പരസ്യം. അൻസാറിന് മൂന്നാം സമ്മാനം ഒരു സി ഡി. അവിടെ ഒരു മിനിറ്റ്, അത് ഒന്നിൽ കൂടുതലുണ്ടാവുമെന്ന് നോക്കാം കേട്ടോ. ഒരു സി ഡി. ഇത് നമ്മുടെ ഈ കേരള സന്യാസി സഭയുടെ പ്രസിഡന്റ് ചിദാനന്ദ ഗുരുസ്വാമിയുടെ പ്രഭാഷണമാണ്. ക്ലാസ് യോഗദർശനം, യോഗശാസ്ത്രത്തെ പറ്റിയുള്ള ക്ലാസ്. അത് മൂന്നാം സമ്മാനം 100 രൂപ, പിന്നെ നമ്മുടെ ആശ്രമത്തിൻ്റെ ഒരു പരസ്യം. അപ്പോൾ സമ്മാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൽക്കാലം കഴിഞ്ഞു. ഇനി അവിടെ പോയിരുന്നു കാപ്പി കുടിച്ചതിന് ശേഷം ക്ലാസ്. പ്രോത്സാഹന സമ്മാനം. അപ്പോൾ ഇപ്പോൾ കിട്ടിയവർ അവർ കുറച്ചൊക്കെ പഠിക്കുകയും അതിനെപ്പറ്റിയൊക്കെ ശ്രദ്ധിച്ചിരിക്കും. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കുക. കുറച്ചൊക്കെ ഇതൊക്കെ കേൾക്കുകയും എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് സമ്മാനം കിട്ടിയവർ. അപ്പോൾ കിട്ടാത്തവർക്ക് പ്രോത്സാഹന സമ്മാനം. ഓരോരുത്തർ നീ ഇവിടെ വാ. മറത്താൾ പോവാ. മറത്താൾ പോവാ. Thank you, Sammy. Thank you, Sammy. Thank you, Sammy. Thank you, Sammy. You're welcome, Sammy. Thank you, Sammy. Thank you, Sammy. Thank you, Sammy.
നോക്കിയില്ലേ അവിടെ നിനക്ക് നിനക്ക് കിട്ടിയില്ലേ? ഒന്ന് ഒതുങ്ങിയിരിക്കുക സുരാഗെ, അവരൊക്കെ ഒന്ന് ഒതുക്കിയിരുത്ത്. ഒന്ന് ഒതുക്കിയിരുത്തു സുരാഗ, എല്ലാവരും ഒന്ന് ഒതുക്കിയിരുത്തു. സുരാഗ എല്ലാവരും ഒന്ന് ഒതുക്കിയിരുത്ത്. സുരാഗ സെക്യൂരിറ്റി ഗാർഡ്. ഒരു 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 കസേരയുടെ ഇടപെട്ടിരിക്കണം. ഒരു കസേര പിന്നെ ഒരു കസേര അങ്ങനെ ഇടപെട്ടിരിക്കും. സുരാഗ അവനെ വിളിച്ചേ. ആള് ബാഗിൽ പോയി. സുരാഗെ, ഈ അകറ്റിയിരുത്തണം. ഒരു കസേര ഇടയ്ക്കുണ്ടാവണം. ഇതാ നടുക്കിരിക്കണമെന്ന് മാറ്റി. നീങ്ങിരി. ക്ലാസ് രണ്ട് തരം കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുന്നവർ, പിന്നെ അവൻ്റെ പേരെന്താണ്? നീ പുറകിൽ പോയിരിക്കും. നീ പുറകിലിരിക്കടാ, നീ ഒരു സ്വസ്ഥതയില്ലാത്തവനാണ് നീ. അവൻ്റെ പേരെന്താണ്? നീ പുറത്തിരി. നീ കുറച്ച് പുറത്തിരി. അവൻ്റെ പേരെന്താണ്? അവൻ്റെ പുറകിലിരിക്കുന്നവൻ്റെ അപ്പുറത്തെ കസേരയിലിരിക്കും. പോയിട്ട് വാ. മുള്ളാൻ മുട്ടിയാൽ മുള്ളുക, തൂറാൻ മുട്ടിയാൽ തൂറുക. അതൊന്നും തടഞ്ഞു വെക്കരുത്. അതൊന്നും തടഞ്ഞു വെക്കാൻ പാടില്ല കേട്ടാ. വെള്ളം കുടിക്കാൻ തോന്നിയാൽ വെള്ളം കുടിക്കുക, അത്യാവശ്യത്തിന് മാത്രം. അപ്പം എന്താണ് ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അക്ഷര ബ്രഹ്മയോഗം. അവന് 100ൽ 100. എന്താണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിലെ? അക്ഷര ബ്രഹ്മയോഗം. നിങ്ങൾക്കൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. സുരാഗ, നിനക്ക് യോഗ്യതയുണ്ടോടാ അത് പഠിക്കാനായിട്ട്? യോഗ്യതയുണ്ട്, താല്പര്യമുണ്ട്. എന്നാ ശ്രദ്ധിച്ചിരിക്കും. സുരാഗ പറയുന്നത് സുരാഗന് ഇത് പഠിക്കാനുള്ള യോഗ്യതയുണ്ട്, താല്പര്യമുണ്ടെന്നാണ്. അവന് ഒട്ടും ഇരിക്കപ്പുറത്തില്ല. അവൻ രഹസ്യമായിട്ട് കള്ളു കുടിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അവൻ്റെ പേരെന്താ? ബിബി. നീ വീട്ടിൽ രഹസ്യമായിട്ട് കള്ളു കുടിക്കുന്നുണ്ടാ? ഉണ്ടാ?
കുറച്ചിത്തിരി അച്ഛൻ കുടിച്ചതിൻ്റെ ബാക്കി കുടിക്കാറുണ്ടോ? ഇച്ചിരി ഒരിച്ചിരി ഇടയ്ക്ക് കുടിക്കാറുണ്ടോ? ഉണ്ടാ? ഉണ്ട്. ഉണ്ട്. അവൻ പറഞ്ഞോണ്ടാ. അതന്നെ. അച്ഛൻ കുടിച്ചതിൻ്റെ ബാക്കി ഒരു ഇച്ചിരി അവൻ ഇടയ്ക്ക് ഇച്ചിരി കുടിക്കും. അതാണ് അവന് ഒട്ടും അടങ്ങിയിരിക്കാൻ പറ്റാത്തത്. കണ്ട, ഞാൻ പറഞ്ഞു എനിക്ക് ചില കുട്ടികളെ കണ്ടറിയാൻ പറ്റും രഹസ്യമായിട്ട് കള്ളു കുടിക്കുന്നവരാണോ. അവൻ തന്നെ ഒരു ദിവസം എന്നോട് പറഞ്ഞ് ഈ അച്ഛൻ കുടിക്കുന്ന സാധനം ഞാൻ ഇത്തിരി എടുത്ത് കുടിച്ചു നോക്കി, ഭയങ്കര കയ്പാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇന്ന് സമയം ഇപ്പോൾ 12 മണിയായി. അതുകൊണ്ട് ആദ്യത്തെ 10 ശ്ലോകങ്ങൾ ഇന്ന് ചൊല്ലിയിട്ട് നമ്മൾ എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അതിൻ്റെ വിശദീകരണം തുടങ്ങും. ഭഗവത്ഗീത അധ്യായം 8 അക്ഷര ബ്രഹ്മയോഗം. അപ്പോൾ അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരം, പിന്നെ അനശ്വരം എന്നൊക്കെ പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ നശിക്കാത്തത്. ആ ലൈറ്റായിട്ട് വരുന്നവർ പുറകിലിരിക്കണം. ബിജിത്തലാൽ പുറകിലിരിക്കും. ഹലോ ബിജിത്തലാലേ, പുറകിലിരിക്കും, ആറ്റം തൊട്ടിരിക്കും. അടുത്ത വർഷം തൊട്ട് സെക്യൂരിറ്റി ഗാർഡിനെ നിയമിക്കണം. അത് തോക്കും പിടിച്ച് അവിടെ നിൽക്കണം അല്ലേ? അക്ഷരം, അനശ്വരം, അക്ഷയ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്. അതെന്താണ് ഒരിക്കലും നശിക്കാത്ത ഒരു കാര്യത്തെപ്പറ്റി പറയുന്നത് എന്തിനാണ്? ഇങ്ങനെയുള്ളൊരു വിഷയത്തെപ്പറ്റി പഠിക്കുന്നത് എന്തിനാണ്? സുരാഗേ, എന്തിനാണ് നിങ്ങളൊരു വിഷയത്തെപ്പറ്റി പഠിക്കുന്നത്? ഈ ഒരിക്കലും നശിക്കാത്ത ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ പ്രയോജനം എന്താണ്? അതിൻ്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ കണ്ണുകൊണ്ട് കാണപ്പെടുന്നതും ഒക്കെ ഉണ്ടായി നിന്ന് മറഞ്ഞു പോകുന്നതാണ്. എന്താണ്? നമ്മുടെ കണ്ണുകൊണ്ട് കാണപ്പെടുന്നതാ ഈ ഫാന്, ഈ സ്പീക്കർ, ഈ മൈക്രോഫോണ്, മാഷിൻ്റെ കയ്യിലുള്ള കമ്പ്യൂട്ടർ, ഈ സ്പീക്കർ, കസേര, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണും ഇതെല്ലാം ഉണ്ടായി നിന്ന് മറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഉണ്ടായി നിന്ന് മറഞ്ഞു പോകുന്ന ഈ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ, കണ്ണുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തിൽ നിന്ന് ഉണ്ടായി വന്നിരിക്കുന്നു അതിനെയാണ് അക്ഷരം, അക്ഷയ, അനശ്വരം എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സദ്വസ്തു ഉണ്ട്, ഒരു പരമാത്മ സത്യം ഉണ്ട് എന്നറിയുമ്പോൾ ഇതെല്ലാം അനിത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇതെല്ലാം അനിത്യമാകുന്നു. അപ്പം ഇതെല്ലാം അനിത്യമാകുന്നു എന്നൊന്ന് മനസ്സിലാക്കുന്നത് എന്തിനാണ്? നമ്മൾ ഇതിൽ ഭ്രമിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതൊന്നും പാരമാർത്ഥികമായ സത്യമല്ല, ഇതൊക്കെ ഒരു താൽക്കാലിക സത്യമാണ്. ഇതിൽ ഭ്രമിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നിത്യാനിത്യ വസ്തു വിവേകം ഉണ്ടാകേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ പഠിക്കുന്നത്. മനസ്സിലായ? അപ്പോൾ ആദ്യത്തെ 10 ശ്ലോകങ്ങൾ ഞാൻ ഇന്ന് ചൊല്ലിത്തരും. പിന്നെ നമ്മൾ 20ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അതൊന്നും കൂടി പറഞ്ഞിട്ട് ഏതാനും ശ്ലോകങ്ങൾ വിസ്തരിക്കും. ഭഗവത്ഗീത അധ്യായം 8 അക്ഷര ബ്രഹ്മയോഗം. പിന്നെ മുൻകൂട്ടി ചില കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. അതുകൊണ്ട്
ലേറ്റായിട്ട് വരുന്നവർ പുറകിലിരുന്നോട്ടാ, ശല്യവും ചെയ്യരുത്. ലേറ്റായിട്ട് വരുന്നവർ കൈയും കാലെടുത്തൊന്നും കാണിക്കാതെ പുറകിലിരുന്നോ. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരുന്നതുകൊണ്ട് ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള കലാപരിപാടികൾ തൽക്കാലം നിർത്തിവെക്കുകയാണ്. ഇനി ഞാനവിടെ വിശ്രമം എടുക്കുമ്പോൾ സ്വാമി പാട്ട് പാടണം, ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞു വന്ന് ശല്യം ചെയ്യണ്ട. സ്വരാഗെ കേൾക്കുന്നുണ്ടോ? അദ്വൈതാനന്ദ സ്വാമിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. 3 നേരവും മരുന്നാണ്. രാവിലെ മരുന്ന്, ഉച്ചയ്ക്ക് മരുന്ന്, രാത്രിയും മരുന്ന്. രക്തം ഓടാൻ ഒരു ഗുളിക, രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേറൊരു ഗുളിക, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഒരു ഗുളിക, രക്തത്തിൽ കൊഴുപ്പ് കൂടാതിരിക്കാൻ വേറൊരു ഗുളിക, ഉപ്പ് കൂടാതിരിക്കാൻ വേറൊരു ഗുളിക. ഇങ്ങനെ കുറേ മരുന്നുകൾ കഴിച്ച് പ്രകൃതി സഹജമായ ആരോഗ്യം നഷ്ടപ്പെട്ട ഒരാൾ ആണിത് നടത്തുന്നത്. ഒറ്റയ്ക്കിരുന്ന് പണം പിരിച്ച് ഇത് നടത്തുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തവണ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, പിന്നെ ബാക്കി സമയം അദ്വൈതാനന്ദ സ്വാമി വിശ്രമിക്കുക. ഇങ്ങനെയാണ് ഇനി ഉള്ള കാലങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് അദ്വൈതാനന്ദ സ്വാമി പോകുന്നത് വരെ. പിന്നെ ഒരു അദ്വൈതാനന്ദ സ്വാമി പോയാൽ വേറൊരു അദ്വൈതാനന്ദ സ്വാമി ഇവിടെ വരും. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശ്രീശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റ്, കൊളത്തൂർ, കോഴിക്കോട്. ആ ട്രസ്റ്റിൻ്റെ പേർക്കാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അനന്തരാവകാശി ആരാണെന്ന് ചോദിച്ചാൽ അതൊരു നിയമപുരുഷനാണ്. എ ട്രസ്റ്റ് ഈസ് എ ലീഗൽ പേഴ്സൺ. ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു നിയമപുരുഷനാണ്. അപ്പോൾ ആ ട്രസ്റ്റിൻ്റെ കീഴിൽ മതവിദ്യാലയമുണ്ട്, വേദാന്ത വിദ്യാലയം. അവിടെ കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് താമസിച്ച് പഠിക്കുന്നവരാണ്. അവിടെ നിന്ന് നിങ്ങളെയൊക്കെ ഇതൊക്കെ പഠിപ്പിക്കാനായിട്ട് ഇവിടെ ആൾ വരും. അപ്പോൾ ഒരു അദ്വൈതാനന്ദ സ്വാമി പോയാൽ വേറൊരു അദ്വൈതാനന്ദ സ്വാമി വരും. അതിന് അങ്ങനെ ഒരാൾ ഇവിടെ വരുന്നതിനും ചാർജ് എടുക്കുന്നതിനും നിയമപരമായ പരിരക്ഷ ഉണ്ട്. ഇന്ത്യയിൽ അങ്ങനെ നിയമനിർമ്മാണം ചെയ്യാൻ സാധിക്കും. ഇപ്പം നിങ്ങളാരും എന്നോട് ചോദിക്കേണ്ട എന്തുകൊണ്ട് എന്നെ അനന്തരാവകാശിയായി വാഴിച്ചില്ല, ഞാൻ വേദാന്തമൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, എനിക്ക് 100-ൽ 60 മാർക്ക് കിട്ടിയല്ലോ എന്നൊന്നും ചോദിക്കരുത്. കാരണം ഇതിനേക്കാൾ ഭംഗിയായിട്ട് വേദാന്തമൊക്കെ പഠിക്കുന്ന ആളുകൾ വേറെയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പിന്തുടർച്ച അവകാശം. മനസ്സിലായ സുരാഗിന്? മനസ്സിലായ? നിനക്ക് മനസ്സിലായ? ജിജിമോളിന് മനസ്സിലായ? വിജിത്ത് ലാലിന് മനസ്സിലായ? അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ഇല്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സാന്ദർഭികമായിട്ട് ഓരോ കാര്യങ്ങൾ പറയാം, പല കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. 8ാം അധ്യായം അക്ഷര ബ്രഹ്മയോഗം. ആദ്യത്തെ 10 ശ്ലോകങ്ങൾ ഞാൻ ചൊല്ലിത്തരും, നിങ്ങളൊന്ന് ഏറ്റുചൊല്ലുക. അർജുനോവാച കിം തദ് ബ്രഹ്മ കിമധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അധിദൈവം കിമുച്യതേ അധിയജ്ഞ കഥം കോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജേയോസി നിയതാത്മഭിഃ. ശ്രീഭഗവാനുവാച അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോ അധ്യാത്മമുച്യതേ ഭൂതഭാവോദ്ഭവകരോ വിസർഗകർമ്മ സംചിതഃ അധിഭൂതം ക്ഷരോ ഭാവഃ
പുരുഷശ്ചാദിദൈവതം അധിയജ്ഞോ അഹമേവാത്ര ദേഹേ ദേഹഭൃതാംബര അന്ധകാലേ ച മാമേവ സ്മരൻ മുക്തോ കളേബരം യപ്രയാതി സമദ്ഭാവം യാതി ഒന്നും കൂടി ചൊല്ലാം. അന്ധകാലേ ച മാമേവ സ്മരൻ മുക്തോ കളേബരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മരയുധ്യ ച മയ്യർപ്പിതമനോ ബുദ്ധിഃ മാമേവൈഷ്യസ്യ സംശയഃ അഭ്യാസയോഗയുക്തേന ചേതസാ നാന്യഗാമിനാ പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ കവിം പുരാണം അനുശാസിതാരം അണോരണീയാം സമനുസ്മരേത് യഃ സർവസ്യ ദാധാരമചിന്യരൂപം ആദിത്യവർണം തമസഃ പരസ്താത്. എത്രയപ്പോൾ ചൊല്ലിയത്? 9. പ്രയാണകാലേ മനസാ അചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. നിങ്ങൾ നടരാജഗുരുവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആരാണ് നടരാജഗുരു? നടരാജഗുരുവിനെ പറ്റി പറയാൻ കാരണം നടരാജഗുരു എഴുതിയ ഗീതാഭാഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളിവിടെ ഇതിൻ്റെ വിശദീകരണം പറയുന്നത്. നാരായണ ഗുരുവിന് അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിലൊരാളാണ് നടരാജഗുരു. നടരാജൻ മാസ്റ്റർ നടരാജഗുരുവായി. എന്താണ് ഞാൻ പറഞ്ഞത്? അവൻ്റെ പേരെന്താണ്? നിഖില. ഞാൻ ആരെ പറ്റിയപ്പോൾ പറഞ്ഞത്? നടരാജഗുരു ആരാണ്? ശ്രീനാരായണ ഗുരു. നടരാജഗുരു ഈസ് ഈക്വൽ ടു ശ്രീനാരായണ ഗുരു. അതുപോലെ എന്തായാലും നടരാജഗുരു എന്ന് പറഞ്ഞാൽ നാരായണ ഗുരുവിന് അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളായിരുന്നു നടരാജഗുരു. MA, MEd, DLit ഡോക്ടറേറ്റൊക്കെ ഉള്ള ആളായിരുന്നു. ഡോക്ടറേറ്റ് അങ്ങ് പാരീസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. എവിടെ ശ്രദ്ധിച്ചിരി? എന്താണ് പറഞ്ഞത്? എന്താണ് ഇപ്പോൾ പറഞ്ഞത്? ശ്രുതി പറയൂ. നീ ഉരുളക്കിഴങ്ങ് കൂടുതൽ തിന്നുന്നുണ്ടോ? നീ ഉരുളക്കിഴങ്ങ് കൂടുതൽ തിന്നുന്നതിന് പകരം കുമ്പളങ്ങ് കൂടുതൽ തിന്നണം. ഉരുളക്കിഴങ്ങ് തിന്നാൽ ഇങ്ങനെ തടി ഇങ്ങനെ ചേർത്ത് വരും. നിനക്ക് ഏകാഗ്രതയെല്ലാം കുറയും കേട്ടാ.
ഉരുളക്കിഴങ്ങ് കൂടുതൽ തിന്നുന്നവർക്ക് ഏകാഗ്രത കുറയും. അതിന് ഉരുളക്കിഴങ്ങിൻ്റെ തീറ്റ കുറച്ചിട്ട് കുമ്പളങ്ങ കൂടുതൽ തിന്നണം. മനസ്സിലായ? അതിൻ്റെ ഇങ്ങനെ കവളൊക്കെ ഇങ്ങനെ വീർത്ത് വീർത്ത് വരുന്നുണ്ട്. അത് ഉരുളക്കിഴങ്ങ് കൂടുതൽ തിന്നുന്നതുകൊണ്ടാണ്. ഉരുളക്കിഴങ്ങ് തീറ്റ നിർത്തിയാലും കുഴപ്പമില്ല. അവിടെ പോയിരിക്കും, അവിടെ പോയിരിക്കും. അപ്പോൾ ഏകാഗ്രത കൂടുതൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കുമ്പളങ്ങ ഇത്തിരി കൂടുതൽ തിന്നാൽ മതി. മനസ്സിലായ? ഉരുളക്കിഴങ്ങ് തിന്നുമ്പോൾ ഗ്യാസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ അസ്വസ്ഥത അനുഭവപ്പെടും. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് ദഹിക്കില്ല. മനസ്സിലായ? കുമ്പളങ്ങ കൂടുതൽ തിന്നാൽ മതി. ഏകാഗ്രത എല്ലാം കൂടുതൽ കിട്ടും. എവിടെ ഓരോരുത്തർ ഒതുക്കിയിരുത്ത്. നിനക്ക് എത്ര ഗ്ലാസ് കാപ്പി വേണം? ശ്രുതി അത് എടുത്തോണ്ട് അവിടെ വെച്ച് അവിടെ കൊണ്ട് വെക്ക്. വേണ്ട, അവിടെ പോയി കുടിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, വളരെ അസ്വസ്ഥതയുള്ളവർ ചൂണ്ടിയിടാൻ പോവുക. ചൂണ്ടിയിട്ട് മീൻ പിടിച്ച് അതിനെ പൊരിച്ച് തിന്നുക. നിങ്ങളിവിടെ ഇരുന്ന അസ്വസ്ഥരാവണ്ട. മനസ്സിലായില്ലേ? ഇവിടെ ഇരിക്കുകയാണെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കണം. അപ്പം എന്താ പറഞ്ഞത് ശ്രുതി? എന്താണ് പറഞ്ഞത്? ഇപ്പം പറഞ്ഞത് എന്താണ്? നിന്റെ പേരെന്താണ്? നടരാജഗുരു ഭഗവത്ഗീതയ്ക്ക് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത്. ഭഗവത്ഗീതയ്ക്ക് ഇതിന് മുമ്പ് നടരാജഗുരു ഭാഷ്യം എഴുതുന്നതിന് മുമ്പ് വേറെയും വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ശങ്കരാചാര്യർ എഴുതിയ വ്യാഖ്യാനം. ഏകദേശം 1200 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശങ്കരാചാര്യർ ഒരു ഭാഷ്യം എഴുതി ഭഗവത്ഗീതയ്ക്ക്. ഏകദേശം 1200 വർഷങ്ങൾക്ക് മുൻപ്. അത് സംസ്കൃതത്തിലാണ് എഴുതിയത്. സുരാഗെ, ശങ്കരാചാര്യ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതിയത് ഏത് ഭാഷയിലാണ്? സംസ്കൃറ്റ്. ആ സംസ്കൃതത്തിൽ എഴുതിയ ഭാഷ്യം ഇന്ന് ആളുകളോട് പഠിക്കണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ലാവന്മാരെ ഒതുക്കിയിരുത്താൻ നിവൃത്തി. ലാവന്മാർ ഒരു കസേര മണിയനോട് ഇങ്ങോട്ട് വരാൻ പറയും. ലാവന്മാരെ ഒതുക്കിയിരുത്തിയിട്ടേ കാര്യമുള്ളൂ. ഇവിടെ ക്ലാസ് നടന്നില്ലെങ്കിൽ കുഴപ്പം, റെക്കോർഡിങ് നടക്കണ്ട. ആ മണിയോട് ഇങ്ങോട്ട് വരാൻ പറയും. സെക്യൂരിറ്റി ഗാർഡ് അവിടെ പോയി സെക്യൂരിറ്റി ഗാർഡിനെ വിളിക്കും. സെക്യൂരിറ്റി ഗാർഡ് പോയാ?
ശങ്കരാചാര്യർ 1200 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത്ഗീതയ്ക്ക് ഒരു ഭാഷ എഴുതി. അത് സംസ്കൃതത്തിലാണ്. അപ്പോൾ അത് ഇന്നിപ്പോൾ ആളുകളോട് അതൊക്കെ പഠിക്കണമെന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം സംസ്കൃതമൊന്നും ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ഒന്നുകിൽ അത് മലയാളത്തിൽ വിവർത്തനം ചെയ്യണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ. ഇന്ന് ആളുകൾക്ക് അറിയാവുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാം, അല്ലെങ്കിൽ മലയാളം അറിയാം. നിനക്ക് ഒന്നില്ലെങ്കിൽ മലയാളം അറിയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാം. സംസ്കൃതം അറിയാമെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. എല്ലാവരുടെയും കാര്യം അങ്ങനെ. അപ്പോൾ നടരാജഗുരു എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇന്ന് ഇപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിലൊരു ഭാഷ എഴുതി, വ്യാഖ്യാനം, വിശദീകരണം. അത് ശങ്കരാചാര്യർ എഴുതിയ വ്യാഖ്യാനത്തെ പിൻപറ്റി അതിനെ കുറച്ചും കൂടി വ്യക്തമാകുന്ന രീതിയിൽ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഭഗവത്ഗീതയ്ക്ക് അടിസ്ഥാനപരമായ ഭാഷ്യം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് ശങ്കരാചാര്യരുടേതാണ്. ഇന്നിപ്പോൾ ലോകത്ത് എവിടെ പോയാലും ഭഗവത്ഗീത പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയ്ക്ക് ശങ്കരാചാര്യർ എഴുതിയ ഭാഷ്യം അടിസ്ഥാനപരമായി പഠിക്കുക. പിന്നെ അതിനകത്ത് എന്തെങ്കിലും മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ വ്യക്തമാക്കാനുണ്ടെങ്കിൽ നടരാജഗുരുവിനെ പോലുള്ള ആധുനിക ഗുരുക്കന്മാരെഴുതിയ ഭാഷ്യങ്ങൾ പഠിക്കുക. അങ്ങനെയാണ് അതിൻ്റെ ചിട്ട. എല്ലാത്തിനൊരു ക്രമമുണ്ട്. അപ്പോൾ ആ ക്രമം അനുസരിച്ചാണ് ഇതൊക്കെ പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിക്കാൻ ഉള്ള താല്പര്യവും യോഗ്യതയും ഉള്ളവരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, വളരെ ചെറിയ കുട്ടികളാണ്. പിന്നെ മുതിർന്ന കുട്ടികളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഉള്ളവരിതിങ്ങനെ കേട്ടിരിക്കുക എന്നല്ലാതെ വേറെ വഴികളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നടക്കുന്ന ക്ലാസ്സുകൾ ദൂരെയുള്ള മുതിർന്ന ആളുകൾക്ക് കേൾക്കാൻ വേണ്ടി ഇതിനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് റെക്കോർഡ് ചെയ്തിട്ട് CD-യിലാക്കിയിട്ട് ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും. പോസ്റ്റ് വഴിയൊക്കെ അയച്ചു കൊടുക്കും. ഇവിടെ വന്നാൽ കൊടുക്കും. അത് CD-യിലോ പെൻ ഡ്രൈവിലോ ഒക്കെ ആക്കിയിട്ട് കൊടുക്കും. CD-യിൽ വേണ്ടവർക്ക് CD-യിൽ, പെൻ ഡ്രൈവിൽ വേണ്ടവർക്ക് പെൻ ഡ്രൈവിൽ, കമ്പ്യൂട്ടറിലേക്ക് നേരിട്ട് കോപ്പി ചെയ്യണമെന്നുള്ളവർക്ക് കോപ്പി ചെയ്യാം. ലേറ്റായിട്ട് വരുന്നവർ പുറകിലും മിണ്ടാതിരിക്കുക, ഒരിടത്ത് ആംഗ്യമൊന്നും കാണിക്കരുത്. അവർ വരുന്നവർ ആരാണെന്ന് നിങ്ങൾ നോക്കണ്ട, ഇവിടെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. അവരിങ്ങനെ ഇടയ്ക്കിങ്ങനെ പോവുകയും വരികയും ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അതങ്ങനെയാണ് അവർ. എന്നാലും അസ്വസ്ഥത ഉണ്ടാക്കുന്നവർക്ക് ഇവിടെ വന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കുറച്ച് നേരം, കുഴപ്പമൊന്നുമില്ല. അപ്പം എന്താ പറഞ്ഞു വന്നത്? അപ്പോൾ ക്ലാസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിയാതെ വളയാതെയൊക്കെ ഇരിക്കുക. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇതൊക്കെ ഗൗരവമായിട്ട് പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളിത് പുസ്തകം വഴിയും മാസിക വഴിയും CD വഴിയെല്ലാം കൊടുക്കും. അപ്പം ഇന്നിവിടെ നമ്മൾ ഈ 20ാമത്തെ ശ്ലോകം കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തിയത് ഒന്നും കൂടി പറഞ്ഞിട്ട് ബാക്കി ഏതാനും ശ്ലോകങ്ങൾ ഒന്ന് വിസ്തരിക്കും. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. ഇത് റെക്കോർഡ് ചെയ്യുകയാണ്. കണ്ടുപോയാ എന്താണ് എന്തോ നിന്നുപോയതുപോലെ? അതവിടെ ഈ ഗ്രൈൻഡർ ഓഫ് ചെയ്തപ്പോൾ കറണ്ട് പോയതുപോലെ തോന്നി. അപ്പോൾ നിർത്തിയത് ഏതാണ്? 21 അല്ലേ? 20 20ാമത്തെ പറഞ്ഞു നിർത്തി. അതൊന്നും കൂടി പറയാം. പരസ്തസ്മാത് ഭാവോന്യ അവ്യക്തോ അവ്യക്താത് സനാതനഃ സർവേഷു ഭൂതേഷു നശ്യസു ന വിനശ്യതി. ഇത് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം കാര്യകാരണങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അവർ ഇവിടെ വന്നു, അവർക്ക് കേൾക്കാൻ എന്തോ അസ്വസ്ഥ തോന്നി അവർ തിരിച്ചു പോകുന്നു. ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കുന്നവർ ദയവായി വരാതിരിക്കുക. അത് അവർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ട്. അപ്പോൾ അവരിവിടെ വന്ന നേരം കൊണ്ട് ചൂണ്ടിടാൻ പോയെങ്കിൽ ഒരു മീനെ പിടിക്കാമായിരുന്നു. ഒരു മീനെ പിടിക്കുക, ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിച്ച് തിന്നുക.
ഇതൊക്കെ കേട്ട് അസ്വസ്ഥരാവേണ്ട വല്ല കാര്യമുണ്ട്? അവർക്ക് തന്നെ നഷ്ടം. മീനേയും കിട്ടിയില്ല, ഇവിടെ വന്നിരുന്ന് ഇതും മനസ്സിലാവുന്നില്ല. ഡബിൾ ലോസ്. ചിന്തിക്കുന്നില്ല. പരസ്തസ്മാത് ഭാവന്യോ അവ്യക്തോ അവ്യക്താത് സനാതനഃ യസ്സു സർവേഷു ഭൂതേഷു നശ്യസു ന വിനശ്യതി. ഇപ്പം കാര്യകാരണങ്ങൾക്കപ്പുറം, ബിയോണ്ട് കോസ് ആൻഡ് എഫക്റ്റ്. സാധാരണ നമ്മുടെ കൺമുമ്പിൽ കാണുന്നതെല്ലാം കാര്യകാരണങ്ങളോടുകൂടി ഇരിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പം നിങ്ങൾ ഈ മൈക്രോഫോൺ കാണുന്നു, എല്ലാം ശ്രദ്ധിച്ച് കേട്ടോളേ. കാര്യകാരണങ്ങൾക്കപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. ഒരു പുക പോലെ പിടികിട്ടും. ആരാ അത്? ഒതുങ്ങിയിട്ട് അവിടെ. ഇപ്പോൾ ഒരു മൈക്രോഫോൺ കാണുന്നു. ഇപ്പോൾ ഈ മൈക്രോഫോൺ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ ഈ മൈക്രോഫോൺ നിർമ്മിച്ച ഒരു ഫാക്ടറി എവിടെയോ ഉണ്ട്, അല്ലേ അഭിജിത്ത്? അപ്പോൾ ഒരു ഫാക്ടറിയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഈ മൈക്രോഫോൺ എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്, ഒരു ഫാക്ടറി ഇല്ലേ? ആ ഫാക്ടറിയിൽ നിന്ന് ഇത് വന്നിരിക്കുന്നു. ആ ഫാക്ടറിയെ നമ്മൾ കാണുന്നില്ല, ഇല്ലേ? നമ്മൾ കാണുന്നില്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ നോക്കിയിരിക്കമ്മ, ഇവിടെ നോക്കിയിരി. ഇവിടെ എന്താണ് കാണുന്നത്? മൈക്രോഫോൺ, അല്ലേ? മൈക്രോഫോൺ കാണുമ്പോൾ, ഒരു കാര്യം കാണുമ്പോൾ ഇതിനൊരു കാരണമുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. എന്താണ്? ഒരു കാര്യം കാണുമ്പോൾ ഒരു കാരണം ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. അനുമാന പ്രമാണം, അനുമതി ജ്ഞാനം എന്ന് പറയുക അതിനെ. ഇനി അനുമാനം കൊണ്ടും അറിയാത്ത കാര്യങ്ങളുണ്ട്. അതെന്താണ്? മനസ്സിലായ? എന്ത് മനസ്സിലായി? ഇതെന്താണത്? മൈക്രോഫോൺ. ഇതൊരു കാര്യമാണെങ്കിൽ ഇതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഒരു ഫാക്ടറിയിൽ നിന്നാണിത് വന്നിരിക്കുന്നത്. മൈക്രോഫോൺ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിയിൽ നിന്നും ഇത് വന്നിരിക്കുന്നു. അത് നമ്മൾ എങ്ങനെ അറിഞ്ഞു? അനുമാനം കൊണ്ട് അറിഞ്ഞു. അനുമതി പ്രമാണം. മനസ്സിലായ? ഇനി അനുമാന പ്രമാണം കൊണ്ട് അറിയാത്ത കാര്യങ്ങളുണ്ട്. അനുമതിജ്ഞാനം അല്ലാത്ത പരജ്ഞാനം. അപ്പോൾ അത് ശബ്ദപ്രമാണങ്ങൾ വെച്ചേ അറിയാൻ ഒക്കുള്ളൂ. അതിനാണ് നമ്മൾ ഭഗവത്ഗീതയൊക്കെ പഠിക്കുന്നത്. അത് കാരണത്തിനും അപ്പുറത്തുള്ളത്. മനസ്സിലായ? ഇത്രയും മനസ്സിലായ? ബിജിത്ലാലിന് മനസ്സിലായ? ഇത്രയും. മൈക്രോഫോൺ ഒരു കാര്യമാണെങ്കിൽ ഇത് ഉണ്ടായി വന്നിരിക്കുന്ന ഒരു ഫാക്ടറി, അതൊരു കാരണമാണ്. ഒരു കാരണത്തിൽ നിന്ന് ഒരു കാര്യം വന്നിരിക്കുന്നു. ഇത്രയൊക്കെ നമുക്ക് അനുമാനം കൊണ്ടൊക്കെ അറിയാം. അനുമതി ജ്ഞാനം എന്ന് പറയും ഇതിനെ. ഇനി പരജ്ഞാനമുണ്ട്. പരജ്ഞാനം, പരമമായ സുപ്രീം നോളജ്, ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. അതെങ്ങനെ അറിയും? അത് ശബ്ദപ്രമാണങ്ങൾ കൊണ്ടേ അറിയാനൊക്കെ ഉള്ളൂ. ശബ്ദപ്രമാണം വെച്ച് തത്വവിചാരം ചെയ്യണം. ആ ഒരു കാര്യമാണ് ഈ 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തു തസ്മാത് അവ്യക്താത്, എന്നാൽ ആ അവ്യക്തത്തിൽ നിന്ന് അന്യഹ പരഹ സനാതനഹ, അന്യമായി ശ്രേഷ്ഠവും ശാശ്വതവുമായി, യഹ അവ്യക്തഃ ഭാവഃ, യാതൊന്ന് അവ്യക്തമായിട്ടുണ്ടോ, സഹ സർവേഷു ഭൂതേഷു, അത് സർവഭൂതങ്ങളും, നശ്യസ്സു ന വിനശ്യതി, നശിക്കുമ്പോഴും നശിക്കുന്നില്ല. ഇപ്പം ഈ മൈക്രോഫോൺ ഇന്നിവിടെ കാണുന്നു, നാളെയില്ല. ഇത് ഉണ്ടായി വന്ന ഫാക്ടറി, അത് ഇന്നുകൊണ്ട് നാളെയില്ല. ഇനി ഈ കാര്യകാരണത്തിൽ രൂപത്തിലിരിക്കുന്ന ഇതെല്ലാം, ഈ പ്രപഞ്ചവും കാര്യങ്ങളൊക്കെ ഇല്ലാതെ പോയാലും, കൺമുമ്പിൽ നിന്ന് മറഞ്ഞു പോയാലും, ഈ കാര്യകാരണ രൂപത്തിലിരിക്കുന്ന ഇതിനെല്ലാം ആധാരമായി, സർവത്തിനും ആധാരമായി, സർവാതീതമായിരിക്കുന്ന പരമാത്മതത്വം അത് സനാതനമാകുന്നു.
അഹം ബ്രഹ്മേതി യജ്ഞാനം തത്തുല്യം ഇത് സംശതി, അങ്ങനെയൊക്കെ പറയുന്നു. അത് അങ്ങേറ്റത്തറിവ്. അത് നിങ്ങൾക്ക് ഇതൊക്കെ വ്യക്തമായിട്ട് പഠിക്കണമെങ്കിൽ മനുഷ്യന് ഉണ്ടാകാനിടയുള്ള എല്ലാത്തരം അറിവുകളെപ്പറ്റിയും നാരായണ ഗുരു ദർശനമാലയിൽ ജ്ഞാനദർശനത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് എന്താണ് ആത്മജ്ഞാനം, എന്താണ് അനാത്മജ്ഞാനം, എന്താണ് അനുമതിജ്ഞാനം, എന്താണ് പരജ്ഞാനം. ഇങ്ങനെ അറിവ് നമുക്കുണ്ടാവുന്ന അറിവുകൾ എന്തൊക്കെയാണോ അതിങ്ങനെ അടക്കി ഇങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയ പ്രായമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ കുറച്ചൊക്കെ വലുതാവുമ്പോൾ ഒരുപക്ഷെ ഒരു 5 വർഷമോ അല്ലെങ്കിൽ 6 വർഷമൊക്കെ കഴിയുമ്പോൾ അദ്വൈതാനന്ദ സ്വാമി ഉണ്ടായാലും ഇല്ലെങ്കിലും ഇവിടെ വേറെ അദ്വൈതാനന്ദ സ്വാമി ഉണ്ടാവും. ഒരു കടലാസിൽ എഴുതി കൊണ്ടുവരണം, എനിക്ക് ഈ പലതരത്തിലുള്ള അറിവുകൾ മനുഷ്യന് ഉണ്ടാകുന്നതായിട്ട് പറയുന്നു, അതിനെപ്പറ്റി പഠിക്കണം എന്ന് ഒരു കടലാസിൽ എഴുതി തരണം. അതിനകത്ത് പേര് അഡ്രസ്സൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഒരു വിദ്യാർത്ഥിയുടെ അഭ്യർത്ഥന ചർച്ചയ്ക്കെടുക്കും. നിങ്ങൾ ആരാണ്, എന്താണ്, ഇത് പഠിക്കാനായിട്ട് യഥാർത്ഥത്തിൽ താല്പര്യമുണ്ടോ, താല്പര്യമുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ്, ഇങ്ങനെയൊക്കെ നമ്മളത് തന്നെ അറേഞ്ച് ചെയ്യും. അതിനുള്ള ആധികാരികമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വെച്ച് നമ്മൾ ക്ലാസ് തരും. ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ വേദാന്ത പഠന പ്രവർത്തനങ്ങൾ, വേദാന്ത അദ്വൈത ദർശന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 21. അപ്പോൾ 20ാമത്തെ ഈ ശ്ലോകം വിസ്തരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നടരാജഗുരു എഴുതിയ ഭാഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. അപ്പം അങ്ങനെ കാര്യകാരണങ്ങൾക്കപ്പുറം ഒരു അസ്തിത്വം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ പറയുന്നു, നമ്മൾ വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. അല്ലെങ്കിൽ നടരാജഗുരു അതിന് വിശദീകരണം പറയുന്നു, നമ്മൾ അംഗീകരിക്കുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞു നടരാജഗുരു അല്ലെങ്കിൽ നാരായണ ഗുരുവിനെ നമ്മൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നു? അദ്ദേഹം ആപ്തനാണ്, ആപ്തപ്രമാണം. ആപ്തൻ എന്ന് പറഞ്ഞാൽ എന്താണ് വല്യമ്മേ? ആപ്തൻ എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾക്ക് വഴങ്ങി, സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നുണ പറയാത്ത ആൾ. ഇപ്പം ഇവിടെ ഇരിക്കുന്നവരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നുണ പറയും. എന്നോട് ഒരിക്കൽ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ കേട്ടോളൂ. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം നുണ പറയുന്ന ആളല്ല, പക്ഷെ അദ്ദേഹത്തിന് ഒരു നുണ പറയേണ്ടി വന്നു. അദ്ദേഹം നുണ പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയൊരു സംഖ്യ കിട്ടും. അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു. അപ്പം അദ്ദേഹം ഈ 2ാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹം പിടിക്കപ്പെട്ടു, ഏതോ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പിടിക്കപ്പെട്ടു. അങ്ങനെ യുദ്ധ പീഡനങ്ങൾ അനുഭവിച്ചു. അപ്പോൾ യുദ്ധപീഡനങ്ങൾ അനുഭവിച്ച ആൾക്ക് സർക്കാർ ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിച്ചു. വലിയൊരു സംഖ്യ, എന്താ 60 ലക്ഷമോ അല്ലെങ്കിൽ 6 ലക്ഷമോ മറ്റോട്ടെന്ന് തോന്നുന്നു, വലിയൊരു സംഖ്യയാണ്. പക്ഷേ യുദ്ധപീഡനങ്ങൾ അനുഭവിച്ചു, ഇപ്പോൾ മാനസിക അസ്വസ്ഥതയുണ്ട് എന്ന് തെളിയിക്കുന്നൊരു സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഇദ്ദേഹത്തിന് വാസ്തവത്തിൽ മാനസിക അസ്വസ്ഥതയോ ഭ്രാന്തമൊന്നുമില്ല, യുദ്ധപീഡനങ്ങൾ അനുഭവിച്ചുവെങ്കിലും. അപ്പോൾ പട്ടാളക്കാരുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഈ കാലിൽ ഒരു സൂചി കൊണ്ടുവന്നിങ്ങനെ കുത്തിക്കയറ്റിയിട്ട് അതുമ്പോൾ ഒരു നമ്പർ അടിച്ചു കൊടുത്തു, ഇത്ര നമ്പർ ആൾ, ഇത് പറിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചത്ത ആളുകളുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ട്, നീ ചത്തുപോയി എന്നും പറഞ്ഞ് അവിടെ കൊണ്ടുവന്നിട്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇയാൾ രക്ഷപ്പെട്ടു വന്നു. ഒറിജിനൽ സംഭവം ഉണ്ട്, ആ ആളുടെ അനുഭവം കാര്യങ്ങൾ എന്നോട് പറഞ്ഞതാണ്. അങ്ങനെ അപ്പം അദ്ദേഹം ഒരു നുണ പറയണം. എന്ത് നുണ പറയണം? ഇദ്ദേഹത്തിന് കുറച്ച് മാനസിക രോഗമുണ്ടെന്ന് നുണ പറയണം. അപ്പം എന്നോട് ചോദിച്ചു, ഇങ്ങനെ നുണ പറയുന്നത് ശരിയാണോ? ഞാനും കുഴഞ്ഞു. നമ്മൾ നുണ പറയാൻ പാടില്ലല്ലോ, സത്യം മാത്രമല്ലേ പറയാവൂ.
ഞാൻ പറഞ്ഞു ഇതൊരു കുഴഞ്ഞ പ്രശ്നമാണല്ലോ, നിങ്ങളൊരു നുണ പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു സംഖ്യ കിട്ടും. അങ്ങനെ കുറേ ചർച്ചകളൊക്കെ നടത്തി. ഈ സംഖ്യ കിട്ടിയാൽ വലിയ പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. ഒരു 60 ലക്ഷം രൂപയെന്ന് വിചാരിക്കുക. അങ്ങനെ അതിൻ്റെ ഇൻസ്പെക്ടർ വന്നു. ഇൻസ്പെക്ടർ വന്നപ്പോൾ അദ്ദേഹത്തിന് മാനസിക രോഗമൊന്നുമില്ല, ഭ്രാന്തൊന്നുമില്ല. അയാൾ മാനസിക രോഗം ഉള്ളതായിട്ട് അഭിനയിച്ചു. അപ്പോൾ അവരെഴുതി കൊണ്ടുപോയി, ഇയാൾക്ക് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പെൻഷൻ കൊടുക്കണം, 60 ലക്ഷം രൂപ പെൻഷൻ കൊടുക്കണം. വൈകി വന്നവരൊക്കെ പുറയിലിരുന്നു. 60 ലക്ഷം രൂപ പെൻഷൻ കൊടുക്കണം. അങ്ങനെ അപ്പോൾ അവിടെ സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നുണ പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്, സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നുണ പറയാത്ത ആളാണ് ആപ്തൻ, ആപ്ത പ്രമാണം. അപ്പോൾ ഈ 20ാമത്തെ ശ്ലോകം വ്യാഖ്യാനിക്കുമ്പോൾ കാര്യകാരണങ്ങൾക്ക് അപ്പുറമുള്ള ഒരു അസ്തിത്വം ഉണ്ടോ ഇല്ലയോ, അതെങ്ങനെ ഇരിക്കും, അതേപ്പറ്റി ഒരു വിശദീകരണം നടരാജഗുരു എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. നടരാജഗുരു എഴുതിയത്, ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. It is not subject to alternating process of manifestation and destruction. ഇപ്പം നമ്മുടെ ഈ കൺമുമ്പിൽ കാണുന്ന മൈക്രോഫോൺ നമുക്ക് എടുത്ത് ഉരുക്കിയിട്ട് വേറെ എന്തെങ്കിലും ആക്കാം. ഈ ഇരുമ്പ് എടുത്ത് നമുക്ക് ഉരുക്കിയിട്ട് വേറെ ഒരു പാത്രമോ ഒരു വാക്കത്തിയോ സ്പൂണോ എന്തോ ആണെങ്കിൽ മാറ്റാം, ഇല്ലേ? അപ്പോൾ അങ്ങനെയൊന്നും മാറാത്ത ഒരു സദ്വസ്തു ഉണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റ് ടു ഓൾട്ടർനേറ്റിംഗ് പ്രോസസ് ഓഫ് മാനിഫെസ്റ്റേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ. അങ്ങനെയൊന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആപ്തൻ, ഒരു ഗുരു പറയുന്നു, അത് വിശ്വസിച്ചോളണം, അംഗീകരിച്ചോളണം. ഇല്ല, ഞാൻ ഇങ്ങനെയൊന്നും അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ, പിന്നെ ആകെ കുഴഞ്ഞു, പിന്നെ ആകെ പുറകോട്ടാ പിന്നെ പോക്ക്, പിന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിൽ തന്നെ അദ്ദേഹം എഴുതിയ ഭാഷ്യത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നു, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ദ സെൻട്രൽ അബ്സല്യൂട്ട് വാല്യൂ ഇൻഡിക്കേറ്റഡ് ഹിയർ ഈസ് ദ ബേസിസ് ഓഫ് ദ നോഷൻ ഓഫ് ദ അബ്സല്യൂട്ട് ആസ് അണ്ടർസ്റ്റുഡ് ഇൻ ഓൾ വേദാന്ത റൈറ്റിംഗ്സ്. മതപഠന ക്ലാസ്സിൽ അല്ലെങ്കിൽ വേദാന്ത ക്ലാസ്സിൽ നിങ്ങൾ അള്ളാഹു എന്നോ ബ്രഹ്മമെന്നോ പരബ്രഹ്മമെന്നോ ഒന്ന് കേട്ടാൽ, അല്ലെങ്കിൽ അവ്യക്തം എന്നൊരു വാക്ക് കേട്ടാൽ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി അബ്സല്യൂട്ട്. അത് അക്ഷയമായ അനശ്വരമായ സത്യത്തെപ്പറ്റി പറയുന്നു എന്ന് മനസ്സിലായിക്കൊള്ളണം. ദ സെൻട്രൽ അബ്സല്യൂട്ട് വാല്യൂ ഇൻഡിക്കേറ്റഡ് ഹിയർ is the basis of the notion of the absolute as understood in all Vedanta writings. The Shunyavada in brackets nihilism is often attributed to rationalistic approach like Buddhism, because such schools do not arrive at a clear notion of the absolute as something of a superior status or order as implied in this verse. ഇപ്പം ബുദ്ധമതത്തിൽ പല ചർച്ചകൾ നടക്കുന്നുണ്ട്, ദൈവത്തെപ്പറ്റിയും പരബ്രഹ്മത്തെപ്പറ്റിയൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഹിന്ദുയിസത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെയുള്ള ഇത്രയും വ്യക്തമായിട്ട് ഒരു കാര്യം അവർ പറയുന്നില്ല എന്നാര് പറയുന്നു? നടരാജഗുരു പറയുന്നു. നടരാജഗുരു പറയുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാം, അംഗീകരിക്കാം. നേരത്തെ പറഞ്ഞല്ലോ, അത് ആപ്ത പ്രമാണമാണ്. എന്തോ ഒരു 150 രൂപ കിട്ടാൻ വേണ്ടി എഴുതിയതല്ല ഇത്. ശൂന്യവാദ, നിഹിലിസം. ശൂന്യവാദം എന്ന് പറയുമ്പോൾ കുറച്ച് ഇങ്ങനെ ചിന്തിച്ച് പോകുമ്പോൾ പിന്നെ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ആത്യന്തികമായ സത്യം ശൂന്യതയാണ് എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. ആത്യന്തികമായിട്ടുള്ള സത്യം പോയവർ പിന്നെയും വരുന്നു. എന്താണ് സാറേ ഇങ്ങനെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്? ഒന്ന് ഓരോടത്ത് ഒതുങ്ങിയിരുന്ന് ക്ലാസ് കേൾക്കുക. അള്ളാഹുവിനെ വിളിക്കുന്നു. അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുക. സർവശക്തനായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ സ്വസ്ഥമായിട്ടിരുന്ന് ക്ലാസ് കേൾക്കുക.
മുതിർന്ന കുട്ടികളൊക്കെ സാമാന്യ മര്യാദ പരിപാലിക്കണം. ഒരു ക്ലാസ് റൂമിൽ ഇങ്ങനെ പോവുക വരിക അതൊന്നും പാടില്ല. ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഇരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. The Shunyavada is often attributed to rationalistic approach like Buddhism because such schools do not arrive at a clear notion of the absolute. അല്ലാഹു, പരബ്രഹ്മം, പരമാത്മാവ്, കാര്യകാരണങ്ങൾക്കപ്പുറത്തുള്ള സദ്വസ്തു എന്നൊക്കെ പറയുമ്പോൾ അതേപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു തത്വജ്ഞാനം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇതിങ്ങനെ വിശദീകരിച്ച് പറയുന്നത്. മനസ്സിലായ? ഇനി 21 തൊട്ട് ഏതാനും ശ്ലോകങ്ങൾ വിസ്തരിക്കും. ഇപ്പോൾ സമയം 12:30 മണിയായി. ചിലപ്പോൾ ഒരു അരമണിക്കൂർ ഞാൻ വിസ്തരിച്ചേക്കും മൂടനുസരിച്ച്. ഇവിടെ അന്തരീക്ഷം പഠനാന്തരീക്ഷമായി നിലനിൽക്കുന്നുവെങ്കിൽ അവ്യക്തോ അക്ഷര ഇത്യുക്തഃ തമാഹു പരമാം ഗതിം യം പ്രാപ്യന നിവർത്തന്തേ തദ്ധാമ പരമം മമ. 21, 8-ാം അധ്യായം 21. അവ്യക്ത അക്ഷരഃ, അവ്യക്തമെന്നും അക്ഷരമെന്നും, ഇതി ഉക്തഃ തം, പറയപ്പെടുന്ന അതിനെ, പരമാം ഗതിം ആഹുഹു, പരമലക്ഷ്യമെന്നും പറയുന്നു. യം പ്രാപ്യ ന നിവർത്തന്തേ, യാതൊന്നിനെ പ്രാപിച്ചാൽ തിരിച്ചു വരുന്നില്ലയോ, തത് മമ പരമം ധാമ, അത് എൻ്റെ ഉത്തമമായ സ്ഥാനമാകുന്നു. ഇപ്പം നിർവ്വാണത്തിൻ്റെ അങ്ങേയറ്റത്തെ പറ്റിയൊക്കെ നാരായണ ഗുരുവിൻ്റെ ദർശനമാലയിൽ പറയുന്നുണ്ട്. ഇപ്പം മോക്ഷം, നിർവ്വാണം എന്താണെന്നൊക്കെ ചോദിച്ചാൽ അത് ടെക്സ്റ്റ് ബുക്കുകൾ വെച്ചേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാണ്, പക്ഷെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഒരാൾ എന്നോട് വന്നേച്ചും പറഞ്ഞു, ഞാനൊരു ദിവസം വരാം, ഇതൊക്കെ പഠിക്കണം. ഞാൻ പറഞ്ഞു, വാ, അത് മാഷാണ്, വാ മാഷ് വാ, ഞാൻ പഠിപ്പിച്ചു തരാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭാര്യയും 2 മക്കളൊക്കെ ഉണ്ട്, അതൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, ഇനി അതൊക്കെ നോക്കാതെ ഇവിടെ വന്നിരുന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ. അപ്പം ഞാൻ പറഞ്ഞു, മാഷ് ഒരു കാര്യം ചെയ്യും, മാഷിൻ്റെ പേരിലുള്ള, മാഷ് മരിച്ചതായിട്ട് കരുതണം, മാഷ് ചത്തുപോയി, മാഷിൻ്റെ പേരിലുള്ള സ്വത്തുവകകളൊക്കെ ഭാര്യ അടക്കമുള്ള 2 മക്കൾക്ക് തുല്യമായിട്ട് എഴുതി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മാഷ് ഇങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞു തമാശക്ക്. അദ്ദേഹം പറഞ്ഞത് അത്ര സീരിയസ് ആയിട്ടല്ല. ഇപ്പോൾ ഏകീകൃത ഹിന്ദു സിവിൽ കോഡ് അനുസരിച്ച് അച്ഛൻ മരിച്ച അമ്മയടക്കമുള്ള മക്കൾക്ക് സ്വത്തുവകളിൽ തുല്യ അവകാശം. അപ്പോൾ ഞാൻ മാഷിനോട് പറഞ്ഞു, മാഷ് എന്തായാലും ഇത് അവർക്കൊക്കെ കൊടുക്കണമല്ലോ, ഇതൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും കൊടുക്കണം. അപ്പോൾ ആ ആധാരക്കെട്ടും കാശുംപട്ടിയുടെ താക്കോലും ഒക്കെ, കുറേ സ്വത്തുകളൊക്കെ ഉണ്ട്, ആ കാശുംപട്ടിയുടെ താക്കോലും ഒക്കെ ഭാര്യ അടക്കമുള്ള 2 മക്കൾക്ക് തുല്യമായിട്ട് എഴുതി അങ്ങ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാഷ് ഇങ്ങോട്ട് പോവാം, ഞാനിതൊക്കെ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളിക്കും, ഞാൻ ഒരു ദിവസം വരാം, ഇങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ട് കാലം എത്രയെന്ന് അറിയാമോ. അപ്പം ഇങ്ങനെയാണ് ആളുകളുടെ ഒക്കെ ഓരോ അവസ്ഥകൾ. ഇതിനകത്തേക്കൊക്കെ പ്രവേശിക്കണമെങ്കിൽ അതിനൊരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. എന്താ പറഞ്ഞത്? തദ്ധാമ പരമം മമ, അത് എൻ്റെ ഉത്തമമായ സ്ഥാനമാകുന്നു. അതായത് പരമമായിട്ടുള്ള നിർവ്വാണപ്രാപ്തി. ഇപ്പം ഇന്നലെ ഒരു ഉദാഹരണം പറഞ്ഞില്ല, എന്താണ്, നമ്മളെല്ലാവരും കൂടി ഒരു ഹോട്ടലിൽ പോയി, സാറന്മാരെവിടെ ശ്രദ്ധിച്ചിരി, സാറന്മാരെന്തുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തൊക്കെയോ കൈമാറുന്നുണ്ടല്ലോ, സാറന്മാർ ഇതൊക്കെ കേട്ട് പഠിക്കേ. ഇന്നലെ എന്ത് ഉദാഹരണമാണ് പറഞ്ഞത്? നമ്മളെല്ലാവരും കൂടി ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു തിരിച്ചു വരുന്നു.
അത് ഒരു അനുഭൂതിയാണത്. അപ്പോൾ ആധ്യാത്മികമായിട്ട് അങ്ങനെ ചില അനുഭൂതികളൊക്കെ ഉണ്ട്. നമ്മളൊരു അവസ്ഥയിലെത്തും, പിന്നെ തിരിച്ച് താഴോട്ട് പോകും. ഇനി തിരിച്ച് വരാത്ത, താഴോട്ട് വരാത്ത ഒരു സദ്ഗതി, ഒരു നിർവ്വാണ പ്രാപ്തി ഉണ്ട്. അത് ഞാൻ പറഞ്ഞു, അത് ആധികാരികമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വെച്ച് പഠിക്കേണ്ടതാണ്. സുരാഗെ ശ്രദ്ധിച്ചിരിക്കും. എന്താ വേണ്ടത്? ആധികാരികമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വെച്ച് പഠിക്കണം. അപ്പോൾ അതിപ്പോൾ പറയാൻ പറ്റിയ സാഹചര്യമല്ല. ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ ദർശനമാല, നിർവ്വാണ ദർശനത്തിലാണ് ഇതൊക്കെ വിശദീകരിച്ച് പറയുന്നത്. യദ്ഗത്വാ ന നിവർത്തന്തി തദ്ധാമ പരമം മമ എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ വിശദീകരണം ഉണ്ട്. അപ്പോൾ അതിപ്പോൾ എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാം. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ഒന്നും കൂടി പറയണം. ഇപ്പോൾ ഇവിടെ ഒരു വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ചു, മണ്ണെണ്ണ വിളക്ക്. ആ മണ്ണെണ്ണ വിളക്കിൻ്റെ അകത്ത് ഒരു ടിന്ന് പോലെ തന്നെ ഇരിക്കുന്നത്. ആ മണ്ണെണ്ണ വിളക്കിൻ്റെ അകത്ത് 2 തരം മണ്ണെണ്ണ ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് കറുത്ത നിറമുള്ളത്, ഒന്ന് വെളുത്ത നിറമുള്ളത്. 2 പ്രതീകങ്ങളാണ്. ഒന്ന് ശുദ്ധവാസനകൾ, ഒന്ന് അശുദ്ധവാസനകൾ, നമ്മുടെ ഉള്ളിലുള്ള കർമ്മവാസനകൾ. അപ്പോൾ നിങ്ങളിവിടെ ഇരുന്ന് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ശുദ്ധമായാലും അശുദ്ധമായാലും അത് നിങ്ങളുടെ ഉള്ളിൽ ഓരോ അടയാളങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ അടയാളങ്ങൾക്കനുസരിച്ചാണ് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഓരോ സംസ്കാരങ്ങളും ഓരോ വാസനകളൊക്കെ രൂപപ്പെടുകയും അതനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ഒക്കെ. അപ്പോൾ നമ്മുടെ ഉള്ളെടുത്ത് പരിശോധിച്ചാൽ ഈ വിളക്ക് പോലെയാണ്. 2 തരം വാസനകളുണ്ട്, 2 തരം സംസ്കാരങ്ങൾ. ഒന്ന് ശുദ്ധമാണ്, ഒന്ന് അശുദ്ധമാണ്. ഇപ്പോൾ വിളക്കിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കർമ്മവാസനകൾ ഇങ്ങനെ തിളച്ച് പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുന്നു. തുണി അലക്കുന്നു, പാത്രം കഴുകുന്നു, ആഹാരം പാചകം ചെയ്യുന്നു, അവൻ്റെ കുരക്കിനെ പിടിക്കുന്നു, കളിയാക്കുന്നു, അവനെ വാക്കത്തിയെടുത്ത് വെട്ടുന്നു, സ്കൂളിൽ പോകുന്നു. ഇങ്ങനെയൊക്കെ ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വിളക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തി തീർന്നു എന്ന് വിചാരിക്കും. കത്തി തീർന്നു പറഞ്ഞാൽ മണ്ണെണ്ണ തീർന്നു, തിരിയും തീർന്നു, നാളവും അണഞ്ഞു. പിന്നെ അത് കത്തുവോ? പിന്നെ കത്തൂല. എന്തുകൊണ്ട്? അതിനകത്ത് നാളവും ഇല്ല, മണ്ണെണ്ണയില്ല. 2 തരം മണ്ണെണ്ണ, ശുദ്ധമായതും അശുദ്ധമായതും ഒക്കെ പോയി. അതിൻ്റെ തിരിയും പോയി, നാളവും പോയി, എല്ലാം പോയി. അപ്പം ഇങ്ങനെ ഒരനുഭൂതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അത് ഈ ധർമ്മേതര ഇൻ ദിസ് ടെറിബിൾ ഗവൺമെൻറ് എന്നാണ് ഞാൻ പറയുന്നത്. ഈ ധർമ്മേതര ജനാധിപത്യ രാഷ്ട്രത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ജനാധിപത്യ രാഷ്ട്രത്തിൽ നിർവ്വാണപ്രാപ്തി ആവശ്യമുണ്ടെങ്കിൽ നിൻ്റെ പേരെന്താണ്? നിൻ്റെ പേരെന്താണ്? കിരൺ. നീ എത്രയിലാണ് പഠിക്കുന്നത്? എന്താ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ക്ലാസ് കേൾക്കാനാ? അത് ഇങ്ങോട്ട് വാ. ഇതിവിടെ അറ്റത്തിരിക്കും. ഇങ്ങോട്ട് വാടാ. അറ്റത്തിരിക്കും. ക്ലാസ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മര്യാദക്ക് പെരുമാറിയാൽ നീ നന്നാവും, അല്ലെങ്കിൽ നീ പോക്കിരിയായി പോവും. അപ്പോൾ ഒരു വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെക്കുന്നു, അത് കത്തിത്തീരുന്നു, എരിഞ്ഞടങ്ങുന്നു. മൊത്തം എരിഞ്ഞടങ്ങി. അതിൻ്റെ മണ്ണെണ്ണയൊക്കെ കത്തിത്തീർന്നു, തിരിയും കത്തിത്തീർന്നു. അപ്പം അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു എരിഞ്ഞടങ്ങൽ, ഒരു തപസ്സിലൂടെ ഒരു എരിഞ്ഞടങ്ങൽ സംഭവിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ഇതുണ്ടെന്ന് അദ്വൈതാനന്ദ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിന് ആധികാരികമായിട്ടുള്ള മോക്ഷശാസ്ത്ര ടെക്സ്റ്റ് ബുക്കുകളുടെ അടിസ്ഥാനത്തിൽ. ഉദാഹരണം നാരായണ ഗുരു എഴുതിയ ദർശനമാല, അല്ലെങ്കിൽ ചാന്തോക്യ ഉപനിഷത്ത്. ഇതൊക്കെ പ്രമാണമാക്കി വെച്ചുകൊണ്ടാണ് പറയുന്നത്.
അപ്പോൾ ഇത് നേരിട്ട് പ്രമാണങ്ങൾ ഇപ്പോൾ നമ്മൾ വിസ്തരിക്കുന്നില്ല. അതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ പാഠപുസ്തകങ്ങൾ, മാസിക, പുസ്തകം, CD അതൊക്കെ നമ്മൾ തരാൻ തയ്യാറാണ്. നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ കിരൺ എന്ന് പറഞ്ഞ കുട്ടി ഒരു 11 മണിക്ക് ഇവിടെ പോയി, പിന്നെയും വന്നു, പിന്നെയും പോയി, പിന്നെയും വന്നു. പിന്നെ അവിടെ വന്നിരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. പിന്നെ അവനെ പിടിച്ച് ഇവിടെ ഇരുത്തി. അപ്പോൾ അവൻ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ക്ലാസ് നിങ്ങൾ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. മനസ്സിലായ? പലർക്കും അങ്ങനെയാണ്. അതങ്ങ് ഉൾക്കൊള്ളാനായിട്ട് എന്തോ ബുദ്ധിമുട്ട്, എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു. അപ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുന്നവരെന്ത് ചെയ്യണം? ചൂണ്ട മേടിക്കുക, ചൂണ്ടയിടാൻ പോവുക. ചൂണ്ടയിട്ട് മീൻ പിടിച്ച് അതിനെ പൊരിച്ച് തിന്നുക. ഒരു വറച്ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിനകത്ത് പച്ചമുളക്, ഇഞ്ചി, തക്കാളി, സവാള എല്ലാം ചേർത്ത് മീനെ പിടിച്ച് പൊരിച്ച് തിന്നുക. അതല്ല, ഇതൊക്കെ ക്ലാസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുക. ഒരു സാമാന്യ മര്യാദ പരിപാലിക്കുക. കിരണ് പറഞ്ഞാൽ മനസ്സിലായോ? സാമാന്യ മര്യാദ പരിപാലിക്കുക. സാമാന്യ മര്യാദ പരിപാലിച്ചുകൊണ്ട് ഈ ജനാധിപത്യ രാഷ്ട്രത്തിലെ പൗരന്മാർ ജനാധിപത്യ മര്യാദകൾ പരിപാലിച്ചുകൊണ്ട്, സാമാന്യ മര്യാദ പരിപാലിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാമെന്ന് ഭാരത സർക്കാരുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. നിങ്ങളും ഞാനും ഒക്കെ ഇല്ലേ? ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനാധിപത്യ മര്യാദകളനുസരിച്ച് ജീവിച്ചു കൊള്ളണമെന്നാണ്. പുരുഷ സപര പാർത്ഥ ഭക്ത്യാലഭസ്തനന്യയാ യസ്യാന്തസ്ഥാനി ഭൂതാനി ഏന സർവമിദം തദം. പാർത്ഥ, ഭൂതാനി യസ്യ അന്തസ്ഥാനി, അല്ലയോ അർജുന, ഭൂതങ്ങൾ ആരുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുവോ. ഭൂതങ്ങൾ എന്ന് കേൾക്കുമ്പോൾ സുരാഗ് അവന്മാരെ ഓടിക്കും, അതിനെ കയറ്റരുത്, ഓടി കയറ്റരുത്, എന്താ കയറ്റരുത്, ആരും കയറ്റരുത്, ഓടി. കുറച്ച് കണ്ട് വന്നാൽ മതി, ഭക്ഷണം വിളമ്പുമ്പോൾ വന്നാൽ മതി. ഓടറ. അതൊക്കെ ശല്യങ്ങളാ. ഭൂതാനി, അല്ലയോ അർജുന, ഭൂതങ്ങൾ ആരുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുവോ. ഏന ഇതം സർവം തദം, ആരാൽ ഈ ജഗത്തെല്ലാം വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ. സപര പുരുഷത്തു, ആ പരമപുരുഷനാകട്ടെ അനന്യയാ ഭക്തിയാ ലഭ്യ, അനന്യമായ ഭക്തി കൊണ്ട് ലഭിക്കപ്പെടാവുന്നവനാണ്. അല്ലയോ അർജുന, സർവചരാചരങ്ങളും ആരുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുവോ, യാതൊരുവൻ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ, ആ പരമപുരുഷൻ അനന്യഭക്തി കൊണ്ട്, ഏകാന്തഭക്തി കൊണ്ട് പ്രാപിക്കപ്പെടാവുന്നതാണ്. ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം. അനന്യഭക്തി, അന്യഭക്തി, അനന്യഭക്തി. വെള്ളം കുടിച്ചിട്ട് വേഗം അവിടെ പോയിരിക്കും. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി, എന്നിട്ട് അവിടെ പോയിരിക്കും, വേഗം അവിടെ പോയിരിക്കും. വെള്ളം കുടിച്ചവരൊക്കെ അവിടെ പോയിരിക്കും. പുരുഷ സപര പാർത്ഥ ഭക്ത്യാലഭസ്തനന്യ യസ്യാന്തസ്ഥാനി ഭൂതാനി ഏന സർവമിദം തദം. അനന്യഭക്തി കൊണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ നേടും? അതിനൊരു ഉപായം പറയുന്നു. അനന്യഭക്തി. അനന്യഭക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അന്യഭക്തി എന്ന് പറയുമ്പോൾ വേറൊരു രീതി പറയാം. ഇപ്പോൾ നാരായണ ഗുരു ഒരു വേദാന്ത സൂത്രം എഴുതിയിട്ടുണ്ട്. പറഞ്ഞാണ് ഒന്നും കൂടി പറയാം. ആ വേദാന്ത സൂത്രം
തുടങ്ങുന്നത് അഥാ യദാത്മനോ ജിജ്ഞാസുഹു തദ്ദിദം ബ്രഹ്മൈവാഹം എന്ന് പറഞ്ഞുകൊണ്ടാണ്. സുരാഗിന് വാളംപുളി തിന്നണമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെന്താണ് ഇപ്പോൾ തോന്നുന്നത്? ഒന്നും തോന്നുന്നില്ല. എന്നാൽ സ്വസ്ഥമായിട്ടിരിക്കും. ചിലർക്ക് അങ്ങനെ ഈ വേദാന്ത ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ച് വാളംപുളി തിന്നണമെന്നൊക്കെ തോന്നും. അപ്പം അസ്വസ്ഥമാകും. പുളി 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 ചിലരങ്ങനെയാണ്. കൈകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അതെ. അഥാ യദാത്മനോ ജിജ്ഞാസുഹു തദ്ദിദം ബ്രഹ്മൈവാഹം. ഇപ്പോൾ സംസ്കൃതത്തിൽ എഴുതിയൊരു കാര്യമാണ്. അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ഈ അനന്യഭക്തി എന്താണെന്ന് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങളിവിടെ ഓരോരുത്തരിങ്ങനെ ഇരിക്കുന്നു. ഒരാൾ, ഓരോരുത്തരുടെ പേര് പറയുന്നില്ല, ഓരോരുത്തരിങ്ങനെ ഒരാൾ ഇരിക്കുന്നു. അപ്പം നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ എന്നെ അറിയുവാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു സാധാരണ അർത്ഥത്തിൽ പറയുകയാണ്, എളുപ്പം മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. ഞാൻ എന്നെ അറിയുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് എന്നെപ്പറ്റിയൊരു ബോധവും ഇല്ല. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഗുരു പറയുന്നത് അഥാ യത് ആത്മനോ ജിജ്ഞാസുഹു തദ്ദിദം ബ്രഹ്മൈവാഹം. ഞാൻ എന്നെ അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു. ഞാൻ ബ്രഹ്മസത്യം തന്നെയാകുന്നു. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഇസ്ലാം മതക്കാർക്ക് ഇതൊന്നും ഇഷ്ടമാവില്ല. ഇസ്ലാം മതത്തിൽ പരമകാരുണ്യവാനും ദയാനിധിയുമായ അള്ളാഹു ഞാൻ തന്നെയാകുന്നു എന്ന് പറയാൻ പാടില്ല. ഇറ്റ് ഈസ് എ ഫോർബിഡൻ ഫിലോസഫി. വിലക്കപ്പെട്ട തത്വശാസ്ത്രമാണ്. പക്ഷേ ഹിന്ദുയിസത്തിൽ അഹം ബ്രഹ്മാസ്മി, ഞാൻ അന്വേഷിക്കുന്ന ആത്യന്തികമായ സത്യം വേറെ എങ്ങും അല്ല ഇരിക്കുന്നത്, ഞാൻ തന്നെ ആകുന്നു എന്ന് പറയാം. അപ്പം അനന്യഭക്തി എന്ന് പറഞ്ഞാൽ ദൈവം വേറെ ഞാൻ വേറെ എന്ന് കാണാൻ പാടില്ല. അതാണ് അനന്യഭക്തി. അയം ആത്മാ ബ്രഹ്മ, അങ്ങനെയുള്ള ഈ ആത്മാവ് ബ്രഹ്മം തന്നെയാകുന്നു. ഒരു ഹിന്ദുയിസത്തിലെ വേദാന്തത്തിലെ ഒരു മഹാവാക്യം ആണത്. സാധാരണ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. കാരണം ദൈവം അമ്പലത്തിൽ എവിടെയോ ഇരിക്കുന്നു, ഞാൻ എവിടെയൊക്കെ ഇരിക്കുന്നു. എനിക്ക് പരീക്ഷയിൽ കൂടുതൽ മാർക്ക് തന്ന് അനുഗ്രഹിക്കാനുള്ള, എൻ്റെ പരീക്ഷാ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിന് പരിഹാരം തരാൻ യോഗ്യതയുള്ള ഒരു ദൈവം അവിടെ അടുത്തൊരു അമ്പലത്തിൽ ഇരിപ്പുണ്ടെന്നും ആ അമ്പലത്തിൽ കൊണ്ടുപോയ ഒരു നേർച്ചക്കുറ്റിയിൽ ഒരു 10 റുപ്യ അവിടെ ഇട്ടാൽ പരീക്ഷ പാസ്സാക്കി തരാൻ കഴിവുള്ള ഒരു ദൈവം എവിടെ ഇരിപ്പുണ്ടെന്നും ഒക്കെയാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ ദ്വൈത ചിന്ത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അനന്യഭക്തി, അയമാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി വരും. അപ്പോൾ അദ്വൈതാനന്ദ സ്വാമിയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നും വാക്കത്തിക്ക് വെട്ടിക്കൊല്ലണമെന്നൊക്കെ തോന്നും. അദ്വൈതാനന്ദ സ്വാമി പറയുന്നത് ശരിയല്ല. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ സോക്രട്ടീസിനെ വിഷം കൊടുത്തു കൊന്നു. അതിന് കാരണം സോക്രട്ടീസിനെ വിഷം കൊടുത്തു കൊന്നു. അതിന് കാരണം എന്താണ്? കാരണം സോക്രട്ടീസ് ഇതുപോലെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. അനന്യഭക്തി, അദ്വൈതം, ആത്മജ്ഞാനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അന്നത്തെ ഭരണകൂടത്തിന് ഇത് ഇഷ്ടമായില്ല. അങ്ങനെ സോക്രട്ടീസിനെ വിഷം കൊടുത്ത് കൊല്ലാൻ തീരുമാനിച്ചു. ആരാണ് സോക്രട്ടീസിന് വിഷം കൊടുത്തത്? ആളുടെ പേരെന്താണ്? നിസാറാണ് വിഷം കൊടുത്തത്. അൻസാർ സോക്രട്ടീസിന് വിഷം കൊടുത്തു. ഹെമ്മലോക്ക് എന്ന് പറയുന്ന വിഷം കൊടുത്തു.
അപ്പോൾ ചിലർക്ക് ഇതൊക്കെ പറയുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, എതിർക്കും. ചിലപ്പോൾ ഭരണാധികാരികൾ തന്നെ എതിർത്തു എന്ന് വരും. ചിലപ്പോൾ സംഘം ചേർന്ന ആളുകൾ എതിർത്ത് ആക്രമിക്കും. അതാണ് അനന്യഭക്തി എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കണം. ആ ഗേറ്റ് ആ കല്ലുമെടുത്ത് വയ്ക്കുക, ആ കല്ലേലെടുത്ത് വയ്ക്കുക. അനന്യഭക്തി എന്ന് പറയുമ്പോൾ അനന്യഭക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് മനസ്സിലാക്കണം, അത് തെറ്റിപ്പോകാൻ പാടില്ല. സുരാഗ് ഇവിടെ ഉണ്ടോ? ആ ഗേറ്റ് തുറന്ന് കല്ല് വെക്കി, അല്ലെങ്കിൽ അത് നമുക്ക് കയറി കളിക്കും. അതൊക്കെ അടിച്ച് പൊളിച്ച് കളയും കുട്ടികളുടെ ആക്ഷൻസ് ഒന്നും വോളണ്ടറി ആക്ഷൻസ് അല്ല, ഇൻവോളണ്ടറി ആക്ഷൻസാണ്. പുറകോട്ട് അവിടെ അപ്പുറത്ത് കല്ലെടുത്ത് വയ്ക്കി, കല്ലുമ്മ വയ്ക്കി. കുട്ടികളുടെ ആക്ഷൻസ് വോളണ്ടറി അല്ല, ബോധപൂർവമല്ല, ബോധമില്ലാതെയാണ് പെരുമാറുന്നത് പലതും. അതങ്ങനെയാണ്. അത് ഈ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ ചിലർക്ക് ചില പ്രശ്നങ്ങളുണ്ടാവും. പലരും പല കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ബോധപൂർവമല്ല, അത് അവരുടെ മനസ്സിൽ, ഉപബോധ മനസ്സിൽ ചില സംസ്കാരങ്ങൾ ഉറങ്ങിക്കിടക്കുകയും അതാണ് ചെയ്യുന്നത്. കുറച്ച് ദിവസം മുമ്പ് എവിടെയോ വായിച്ച്, ഒരു സ്കൂളിൽ ഒരു കുട്ടി അധ്യാപികയെ കത്തിക്കൊണ്ട് കുത്തിക്കൊന്നു. അപ്പോൾ അതിങ്ങനെ മനഃശാസ്ത്രജ്ഞന്മാർ അവൻ്റെ മനസ്സിനെ പഠിച്ചു. അപ്പോൾ അത് അവൻ ബോധപൂർവം ചെയ്തതല്ല, അവൻ ഈ സിനിമയിൽ കണ്ടതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയ. അപ്പോൾ അവനല്ല കുത്തിയത്, ആരാണ്? സിനിമ. ആ സിനിമയിൽ കണ്ട കാര്യങ്ങൾ അവൻ്റെ തലച്ചോറ് കയറുകയും അവൻ്റെ മനസ്സിൽ കയറുകയും അപ്പോൾ അവനല്ല കുത്തിയത്, സിനിമയിൽ കണ്ട കാര്യങ്ങൾ അവൻ്റെ ഉള്ളിൽ കയറിയിട്ട് അത് പ്രവർത്തിക്കുകയും തീർത്ത് കുത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നതും പലതുമൊക്കെ ബോധപൂർവമല്ല. അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വന്നത്? അനന്യഭക്തി അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പുരുഷ സപരപാർത്ഥ ഭക്ത്യാ ലഭസ്തനന്യ യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിദം തദം. അനന്യഭക്തി, അനന്യയാ ഭക്തിയാ ലഭ്യ, അനന്യമായ ഭക്തി കൊണ്ട് ലഭിക്കപ്പെടാവുന്നതാണ്. അഥാ യഥാത്മനോ ജിജ്ഞാസുഹു തദ്ദിദം ബ്രഹ്മൈവാഹം. അപ്പം ഇത് അദ്വൈത ചിന്തയുടെ അങ്ങേയറ്റമാണത്. ഒരു കടലും തിരയും ഒന്ന് തന്നെ എന്ന് പറയുന്നത് അദ്വൈത ചിന്തയുടെ അറ്റമാണ്. ഒരു കടലും ഒരു തിരയും ഒന്ന് തന്നെ എന്ന് പറയുന്നത് അദ്വൈത ചിന്തയുടെ അറ്റമാണ്. അയം ആത്മാ ബ്രഹ്മ, അങ്ങനെയുള്ള ആത്മാവ് ബ്രഹ്മം തന്നെയാകുന്നു. അപ്പോൾ ഞാൻ എന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ തന്നെയാകുന്നു പരമമായ സത്യം. ഇവിടെ ഇങ്ങനെ ഓരോരുത്തരും അന്വേഷിക്കുമ്പോൾ, അവരവരെ പറ്റി അന്വേഷിക്കുമ്പോൾ അവരവർ തന്നെയാകുന്നു പരമമായ സത്യം എന്ന് ഉള്ള തത്വജ്ഞാനം, തത്വദർശനം ഉണ്ടാകണം. ആ തത്വവിചാരം ആ തത്വവിചാരം നിങ്ങളിൽ ഉദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. യേശുക്രിസ്തു പറയുന്നുണ്ട്, എന്നെ അറിയുന്നവൻ എൻ്റെ പിതാവിനെയും അറിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാനും എൻ്റെ പിതാവും ഒന്ന് തന്നെയാകുന്നു. അതാണ് അദ്വൈതം. എന്നെ അറിയുന്നവൻ എൻ്റെ പിതാവിനെയും അറിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാനും എൻ്റെ പിതാവും ഒന്ന് തന്നെയാകുന്നു. അപ്പോൾ ഞാനും എൻ്റെ പിതാവും ഒന്ന് തന്നെയാകുന്നു എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. സാധാരണക്കാരെ ഇതെന്താ ഇങ്ങനെ സ്വാമി എന്തോ വട്ട് പറയുന്നുണ്ടല്ലോ, ഞാനും എൻ്റെ അപ്പനും ഒന്നാണെന്നാ മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ ഇത് നിഗൂഢ തത്വശാസ്ത്രമാണ്. തത്വമസ്യാദി മഹാവാക്യങ്ങളൊക്കെ വിസ്തരിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. ഇതൊന്നും വിസ്തരിക്കാൻ പറ്റിയ ഒരു പഠന അന്തരീക്ഷം
നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം നിങ്ങളെ ഖേദപൂർവ്വം അറിയിക്കുന്നു. അത് അങ്ങനെ ഒരു സംസ്കാരം ഇല്ല. വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായി വരാനായിട്ട്. എങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുക. ഇനിയും നാളെ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു. ഇത്രയും പേര് കൃത്യം 10 മണിക്ക് വരിക. നോട്ട്ബുക്കും പേനയൊക്കെ ആയിട്ട് വരിക. വരാൻ പറ്റിയവരൊക്കെ വരിക. ക്ലാസ്സുകളൊക്കെ കേൾക്കുക. വരുന്നവർ സ്വസ്ഥമായിട്ടിരിക്കുക. ക്ലാസ് റൂമിൽ സാമാന്യ മര്യാദ പരിപാലിക്കുക. അച്ചടക്കത്തോടുകൂടി ഇരിക്കുക. കൈയും കാലമൊക്കെ ഇളക്കാതിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പിന്നെ അന്നദാനമുണ്ട്. അത്രയും ഒന്നും മതി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.